അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കോഡഡ് ഇൻഈക്വാലിറ്റീസിൽ റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞ പോലെ പ്രിലിമിനറി എക്സാമിനേഷനിൽ പൊതുവെ കോഡഡ് ഇൻഈക്വാലിറ്റീസിൻ്റെ റിവേഴ്സ് ചോദിക്കാറില്ല. മെയിൻസിൻ്റെ സിലബസ് ആണ്, പക്ഷെ എന്നാലും SBI POയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് എക്സാമിനേഷനിൽ, അതും പ്രത്യേകിച്ച് പ്രൊബേഷണറി ഓഫീസർ ആ ഒരു എന്താ പറയുക പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് എക്സാമിനേഷനിൽ അവർ കുറേ പുതിയ പരീക്ഷണങ്ങൾ നടത്തും, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നിങ്ങൾ പോയി എക്സാമിനേഷൻ എഴുതുമ്പോൾ അല്ലെ പ്രിലിമിനറി എക്സാമിനേഷൻ പോയി എഴുതുന്ന സമയത്ത് മെയിൻസിൽ ചോദിക്കണ ആ കോഡഡ് ഇൻഈക്വാലിറ്റീസ് എങ്ങാനും ചോദിച്ചാലോ നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകും. സോ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം എങ്ങാനും ചോദിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. യെസ്, അപ്പോൾ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണേ, കോഡഡ് റിവേഴ്സ് ഇൻഈക്വാലിറ്റീസ്. യെസ്, അപ്പോൾ കോഡഡ് ഇൻഈക്വാലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. എന്തായിരുന്നു കോഡഡ് ഇൻഈക്വാലിറ്റീസ്? കോഡഡ് ഇൻഈക്വാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരൊരു കോഡ് ലാംഗ്വേജ് തന്നിട്ടുണ്ടാവും. ഇപ്പം ഗ്രേറ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഏതാണ്, അല്ലെങ്കിൽ ലെസ്സിനെ ഡിനോട്ട് ചെയ്യണ സിമ്പൽ ഏതാന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംഭവങ്ങൾ അവർ തന്നിട്ടുണ്ടാവും. സോ അതിൽ നമ്മളൊരു മാജിക്കൽ ബോക്സ് വരയ്ക്കുന്നു. നമ്മൾ കോഡഡ് ഇൻഈക്വാലിറ്റീസിൽ എന്താണ് നമ്മൾ ചെയ്തത്, നമുക്ക് ആ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. അത് വെച്ച് നമ്മൾ കൺക്ലൂഷൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ നോക്കും. അപ്പോൾ നമുക്കിനി റിവേഴ്സ് കോഡഡ് ഇൻഈക്വാലിറ്റീസ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കോളൂ. P#Q P is കോഡഡ് ഇൻഈക്വാലിറ്റീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 25-30ഓളം ക്വസ്റ്റ്യൻസ് ഇല്ല, അതായത് ഒരു 10-25 കോഡഡ് ഇൻഈക്വാലിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആ ഒരു കോഡും പിന്നെ അതിൻ്റെ ഉള്ളിലില്ലേ മോർ ദാൻ മിക്ക ക്വസ്റ്റ്യൻസിനും 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ് ഡിവിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മൾ പറയുമ്പം നിയർലി 50-60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ മതി. യെസ്, നെയ്തർ സ്മോളർ ദാൻ നോർ, ഇച്ചിരി നീക്കി എഴുതാം അല്ലേ, ഒരു മിനിറ്റ്. P#Q P is neither smaller than nor equal to Q. P asterisk Q എന്ന് പറയുമ്പം P is neither greater than nor equal to Q. $P P is not greater than Q. P%Q P is not smaller than Q. P@Q P is neither smaller nor greater than Q. സോ ഇതാണ് നമ്മുടെ കോഡ് ലാംഗ്വേജ് അല്ലേ. അപ്പോൾ കോഡഡ് ഇൻഈക്വാലിറ്റീസ് ആയാലും റിവേഴ്സ് കോഡഡ് ഇൻഈക്വാലിറ്റീസ് ആയാലും ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ മാജിക്കൽ ബോക്സ് നമ്മൾ വരയ്ക്കും. നോക്കിക്കോളൂ. അപ്പോൾ മാജിക്കൽ ബോക്സ് നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മുടെ മാജിക്കൽ ബോക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ, ലെസ് ദാൻ അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതാണ് നമ്മുടെ മാജിക്കൽ ബോക്സ്. അപ്പം ഞാനിവിടെ എൻ്റെ ഈ ഒരു കോഡിന് ഞാൻ ആദ്യം ഡീകോഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കോഡഡ് ഇൻഈക്വാലിറ്റീസ് ആയാലും റിവേഴ്സ് കോഡഡ് ഇൻഈക്വാലിറ്റീസ് ആയാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡീകോഡിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം നമ്മുടെ കോഡഡ് ഇൻഈക്വാലിറ്റീസിൻ്റെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. യെസ്, P is neither smaller than nor equal എന്ന് പറയുമ്പോൾ എന്താണ്, ലാർജർ ആവാനാണ് സാധ്യത, ഗ്രേറ്റർ. സോ ഇവിടെ നമുക്ക് ഹാഷ് എന്ന് കിട്ടി. ഇനി P is neither greater nor equal എന്ന് പറയുമ്പോൾ പിന്നെ ലെസ് ആവാനാണ്. സോ ഇവിടെ നമുക്ക് സ്റ്റാർ എന്ന് കിട്ടി.
പി ഈസ് നോട്ട് ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ ഡോളർ ഇവിടെ, പി ഈസ് നോട്ട് സ്മോളർ എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ഇവിടെ, നെയ്തർ സ്മോളർ നോർ ഗ്രേറ്റർ അറ്റ് ദ റേറ്റ് സെൻറ്ററിൽ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ് ഡോളർ ഇ, വൈ പെർസെൻറ്റേജ് ഇ, ഡെഫിനിറ്റ്ലി ട്രൂ. എ ആസ്റ്ററിസ്ക്, ഞാൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വൈ ഡോളർ എക്സ് അറ്റ് ദ റേറ്റ് ഡി പെർസെൻറ്റേജ് ഇ ഹാഷ് യു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എ ഹാഷ് വൈ ഹാഷ് എക്സ് percentage d percentage e asterisk u. A hash y asterisk x dollar d at the rate e hash u. നാലാമത്തെ ഓപ്ഷൻ a at the rate y percentage x at the rate e at the rate u asterisk y. അഞ്ചാമത്തത് എന്താണ്? അഞ്ചാമത്തത് none of these ആണ്. ഓക്കെ. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കാണാനുള്ളത്? ഇവിടെ നമുക്ക് ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ നോർമലായ ഇൻഈക്വാലിറ്റീസ് ആയാലോ അല്ലെങ്കിൽ റിവേഴ്സ് ആയാലോ, നോർമലായ ഇൻഈക്വാലിറ്റീസിൽ വിത്ത് കണ്ടീഷൻസോട് കൂടി ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസ് ആയാലും ഫില്ലേഴ്സ് ആയാലും നമ്മൾ ആദ്യം കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആദ്യം എന്താണ്? കണ്ടീഷനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൂ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്താണോ തന്നിട്ടുള്ളത്, അല്ലേ, ഇവിടെ എന്താണോ തന്നിട്ടുള്ളത് അത് തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ. നമുക്കറിയാം യൂഷ്വലി നമുക്ക് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾസ് ആണ് ഉണ്ടാവാറ്. സോ നമ്മൾ പറഞ്ഞു മൗത്ത് ഏത് വേരിയബിളിലേക്കാണോ ഓപ്പൺ ആയത് സോ ആ വേരിയബിളിലേക്ക് തന്നെ ഓപ്പൺ ആവണം. അതേപോലെ നമുക്ക് കിട്ടേണ്ട സെയിം ഡയറക്ഷനിൽ കിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ എന്താണ് നമ്മുടെ ഈ ഒരു കോഡഡ് അല്ലാത്ത നോർമലായ ഇൻഈക്വാലിറ്റീസിൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് എന്താണ്? ഡെഫിനറ്റ്ലി ട്രൂ ആണ്. സോ എക്സിനെയും ഇനെയും കണക്ട് ചെയ്യുന്ന നമുക്ക് സിമ്പിൾ എന്ത് കിട്ടണം? ഡോളർ തന്നെ കിട്ടണം. വൈനെയും ഇനെയും ആര് കണക്ട് ചെയ്യണം? പെർസെൻറ്റേജ് കണക്ട് ചെയ്യണം. നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഓക്കെ. ആദ്യത്തെ രീതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇവിടെ ഉള്ള ഡോളർ ആയാലും അല്ലെങ്കിൽ ആസ്റ്ററിസ്ക് ആയാലും അറ്റായാലും പെർസെൻറ്റേജ് ആയാലും ഇതിനെയൊക്കെ നമ്മുടെ ഏത് സിമ്പലിനെയാണോ ഡിനോട്ട് ചെയ്യുന്നത് ആ സിമ്പലായിട്ട് നമുക്ക് കാണാം. നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ ഡോളറിൻ്റെ കാര്യം പറയുമ്പം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. പെർസെൻറ്റേജിൻ്റെ കാര്യം പറയുമ്പം ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, അല്ലേ? യെസ്. ആസ്റ്ററിസ്ക് ഇവിടെ ലെസ് ആണ്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതേപോലെ അറ്റ് ദ റേറ്റ് എന്ന് പറയുമ്പം ഈക്വൽ സൈൻ ആണ്. പെർസെൻറ്റേജ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാം. ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാർ, ഇവിടെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഓക്കെ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ അറ്റ് ദ റേറ്റ് ഈക്വൽ സൈൻ ആണ്, പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, അറ്റ് ദ റേറ്റ് ഈക്വൽ സൈൻ ആണ്, ഇവിടെ എന്താണ്? ഇവിടെ ലെസ് ദാൻ ആണ്. ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ നോർമലായിട്ട് ഇപ്പം നമ്മൾ ഈ സിമ്പിൾസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഉള്ള ഓരോ നമ്മുടെ കോഡ് തന്നിട്ടുള്ള ആ കോഡിന് പകരം നമ്മുടെ ആക്ച്വൽ സിമ്പിൾ എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ ഈസിയാണ്. നോക്കിക്കോളൂ. ഇവിടെ നമുക്കറിയാം ഡെഫിനറ്റ്ലി ട്രൂ ആണ്. ഇവിടെ മൗത്ത് ഓപ്പൺ ആവേണ്ടത് ആരിലേക്കാണ്? ഇയിലേക്കാണ് മൗത്ത് ഓപ്പൺ ആവേണ്ടത്. ഇവിടെ നോക്കിക്കോളൂ, എക്സും ഇയും ആണ്. മൗത്ത് ഓപ്പൺ ആയത് ആരിലേക്കാണ്? എക്സിലേക്കാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത് നോക്കിക്കോളൂ, എക്സും ഇയും ആണ്. ഓപ്പൺ ആവേണ്ടത് ഇയിലേക്കാണ്, പക്ഷെ ഇവിടെ ആയത് ആരിലേക്കാണ്? എക്സിലേക്കാണ്. സോ നമുക്കതിനെ ഒഴിവാക്കാം. എഗെയിൻ നോക്കിക്കോളൂ, ഇവിടെ എക്സും ഇയും ആണ്.
ഇവിടെ നമ്മൾ പറയുമ്പം എക്സും ഇയും ആണ്. എക്സിൻ്റെയും ഇയുടെയും കാര്യം പറയുമ്പം യെസ് ഇയിലേക്കാണ് ഓപ്പൺ ആയത്. നമുക്കിവിടെ ഇൻഡെഫിനിറ്റ് ആണ്. സോ ഇത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് മൂന്നാമത്തതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ശരിയാവോ ഇല്ലയോ എന്നുള്ളത് ഈ കൺക്ലൂഷൻ ചെക്ക് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. നമുക്കിനി നാലാമത്തതിലേക്ക് വരാം. നാലാമത്തതിലേക്ക് വരുമ്പോൾ എക്സും ഇയും ആണ്. ഇവിടെ രണ്ട് ഈക്വൽ സൈൻ ആണ്. സോ അത് നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. ഈ മൂന്നാമത്തെ ഓപ്ഷൻ ശരിയായാൽ, അതായത് ഈ രണ്ടാമത്തെ കൺക്ലൂഷനും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ കൺക്ലൂഷനും കറക്റ്റായിട്ട് കിട്ടിയാൽ വി ക്യാൻ സേ മൂന്നാമത്തതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണ്. ഇവിടെ നോക്കിക്കോളൂ, വൈയും ഇയും ആണ്. വൈയിലേക്കാണ് നമ്മുടെ മൗത്ത് ഓപ്പൺ ആയത്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ മൗത്ത് ഓപ്പൺ ആയിക്കുന്നതെല്ലാം ഇയിലേക്കാണ്. സോ ഇതും സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റും ഒഴിവാക്കാം. നൺ ഓഫ് ദീസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. ഐദർ യു ക്യാൻ ഫോളോ ദിസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുമ്പം യെസ് നമുക്ക് അവർ സിമ്പിൾ തന്നിട്ടുണ്ട്. ആ സിമ്പിളിന് പകരം നമ്മൾ നമ്മുടെ ആക്ച്വൽ സിമ്പിൾസ് എഴുതി നമ്മൾ കണ്ടുപിടിക്കും. യെസ്, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കിക്കോളും. ഇല്ലെങ്കിൽ ഇങ്ങനെ അല്ല ചെയ്യണേ, ഈ ഒരു രീതിയിലല്ല ചെയ്യണേ എങ്കിൽ നമുക്ക് ചെയ്യാൻ വേറൊരു ഈസി ആയ ഒരു മെത്തേഡ് ഉണ്ട്. നോക്കിക്കോളും. അപ്പം നമുക്ക് 6 കണ്ടീഷൻസ് ഉണ്ട് അല്ലേ നമ്മുടെ റിവേഴ്സ്, അതായത് നമ്മുടെ ഈ ഒരു ഇൻഈക്വാലിറ്റീസിൽ. എന്താ പറയുക, പൊതുവെ അവർ ചോദിക്കണത് 6 കണ്ടീഷൻസ് ആണ്. ഡെഫിനിറ്റ്ലി ട്രൂ, ഡെഫിനിറ്റ്ലി ഫാൾസ്, പിന്നെന്താണ് ഇൻഡെഫിനിറ്റ്ലി ട്രൂ, ഇൻഡെഫിനിറ്റ്ലി ഫാൾസ്, അതേപോലെ സിംപ്ലി അല്ലേ ഹോൾഡ് ട്രൂ അല്ലെങ്കിൽ ഡസ് നോട്ട് ഹോൾഡ് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ 6 കണ്ടീഷൻസ് ആണ് നമുക്ക് പൊതുവേ ഇൻഈക്വാലിറ്റീസിൽ അവർ ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ കൺക്ലൂഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിറ്റ്ലി ട്രൂ. നിങ്ങൾക്ക് ഡെഫിനിറ്റ്ലി ട്രൂ എന്നാണ് നിങ്ങളുടെ കണ്ടീഷൻ എങ്കിൽ ശ്രദ്ധിച്ചോളൂ. കണ്ടീഷൻ ഏതാണ്? ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിളാണ്. ഇവിടെ ഞാൻ ഈ എക്സാമ്പിൾ വെച്ചാണ് ഞാൻ പറയണേ, മനസ്സിലായല്ലോ? ഈ എക്സാമ്പിളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് കിട്ടേണ്ട സിമ്പിൾ ഏതാണ്? ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിളാണ്. ഈ ഒരു എക്സാമ്പിളിൽ എങ്ങനെയാണ് ടോപ്പ് ലെഫ്റ്റ് കോർണർ എന്ന് പറയണത്? ഹാഷ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സിമ്പിൾ ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണെങ്കിൽ എന്തൊക്കെയാണ് കോമ്പിനേഷൻസ് വരേണ്ടത്? നമുക്കറിയാം ഏത് 2 വേരിയബിൾ തമ്മിലാണോ നമ്മുടെ റിലേഷൻഷിപ്പ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആരും തമ്മിലാണ് റിലേഷൻഷിപ്പ്? എക്സും ഇയും തമ്മിലാണ് റിലേഷൻഷിപ്പ്. അപ്പം എക്സിൻ്റെയും ഇയുടെയും ഇടയ്ക്ക് എത്ര സിമ്പിൾസ് ഉണ്ടായാലും, ഒരു സിമ്പിളാവാം, 2 സിമ്പിളാവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കാം. എങ്ങനെ ആയാലും അല്ലേ, എങ്ങനെ ആയാലും ഈ കോമ്പിനേഷൻസിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ സിമ്പിൾ തന്നെ കിട്ടുള്ളൂ. നോക്കിക്കോളൂ. ഒന്നാമത്തെ കാര്യം ടോപ്പ് ലെഫ്റ്റ്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിളാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതേപോലെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിൾ കിട്ടണം. നമ്മുടെ കൺക്ലൂഷൻ്റെ സെയിം ഡയറക്ഷനാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും. കൺക്ലൂഷനിൻ്റെ ഡയറക്ഷൻ, നമ്മുടെ കൺക്ലൂഷനിൻ്റെ ഡയറക്ഷൻ്റെ സെയിം ഡയറക്ഷനാണ് ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെയിം ഡയറക്ഷൻ. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ. ഓക്കെ, കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ. അതായത് എന്താണ് ഈ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ? നോക്കിക്കോളൂ. ഇവിടെ കൺക്ലൂഷൻ്റെ ഡയറക്ഷൻ എന്താണ്? എക്സിൽ നിന്ന് ഇ ആണ്. നമ്മൾ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പം അല്ലേ ഡയറക്റ്റ് നമുക്ക് സിമ്പിൾ ഉണ്ടായ സമയത്ത്, സിമ്പിൾസ് ആണ് തന്നിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ ഡയറക്ഷൻ നമ്മൾ അങ്ങനെ വല്ലാതെ മൈൻഡ് ചെയ്തില്ല. കാരണം നമുക്കറിയാം മൗത്ത് ഏത് വേരിയബിളിലേക്കാണോ ഓപ്പൺ ആവേണ്ടത്, എക്സിലേക്കാണ് മൗത്ത് ഓപ്പൺ ആവേണ്ടതെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ, എക്സിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് എക്സിൽ നിന്ന് ഇയിലേക്കാണോ ഇയിൽ നിന്ന് എക്സിലേക്കാണോ എന്നുള്ളത് ഒന്നും നമ്മൾ ചിന്തിക്കില്ല. എക്സും ഇയും ആ 2 വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യും. അത് എക്സ് ടു ഇ ആയാലും ഇ ടു എക്സ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലെ ഡയറക്ഷൻ ആയാലും നമുക്കറിയാം മൗത്ത് ആരിലേക്കാണോ ഓപ്പൺ ആയേക്കണേ അതിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ലെസ് ദാൻ ആണോ, ലെസ് ദാൻ സീരീസ് ആണോ, ഗ്രേറ്റർ ദാൻ സീരീസ് ആണോ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിട്ടുള്ളത്? ഡയറക്ഷൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് ഫില്ലേഴ്സ് വന്ന സമയത്ത്.
അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസ്, നമ്മുടെ എന്താ പറയുക റിവേഴ്സ് കോഡഡ് ഇൻഈക്വാലിറ്റീസിൽ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ, അതായത് ഓരോ സിമ്പലും നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് ഓക്കെ കറക്റ്റ് ആണോ ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല നിങ്ങൾ ആ സിമ്പൽ ഏതാണെന്നൊന്നും എഴുതാതെ നിങ്ങൾ ഈ ഒരു ഇത് കുറച്ചും കൂടെ ഒരു ഈസിയായ മെത്തേഡാണ്, ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യണതെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ഡയറക്ഷൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കൺക്ലൂഷൻ x2e ആണ് നമ്മുടെ കൺക്ലൂഷൻ, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും x2e ആണ്, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും x2e ആണ്. ഇവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നെങ്കിൽ x2e ആയിരിക്കാം അല്ലെങ്കിൽ e2x ആയിരിക്കാം, ശരിയല്ലേ, ഒന്നെങ്കിൽ x2e ആയിരിക്കാം അല്ലെങ്കിൽ e2x ആയിരിക്കാം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടണം. അപ്പോൾ കൺക്ലൂഷനും സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ ആ വേരിയബിൾസ് സെയിം ഡയറക്ഷനിലാണെങ്കിലാണ് നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണ് കിട്ടേണ്ടതെങ്കിൽ ഫസ്റ്റ് കോമ്പിനേഷൻ എന്താണ്, ടോപ്പ് ലെഫ്റ്റ് കോർണർ എലമെൻറ്റ്സ് ആയിരിക്കും, ആ സിമ്പിൾസ് ആയിരിക്കും. അതായത് എക്സിൻ്റെയും ഇയുടെയും ഇടയ്ക്കുള്ള എല്ലാ സിമ്പിൾസും എന്താവാം, ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള വേരിയബിൾസ് ആവാം. അതായത് ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഹാഷ് ആണ്. അപ്പോൾ ഹാഷ് ആവുമ്പോൾ നമുക്കറിയാം എല്ലാം ഹാഷ് ആയാൽ നമുക്ക് ഹാഷ് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോസിബിലിറ്റി, അതാണ്. മനസ്സിലായോ, നമ്മുടെ ഫസ്റ്റ് പോസിബിലിറ്റി അതാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പലാണ്. കൺക്ലൂഷൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻസ്, ആ ഡയറക്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. കൺക്ലൂഷനിൽ x2e ആണ് തന്നിട്ടുള്ളതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലും x2e ആയിരിക്കണം. അങ്ങനെ ആവണ സമയത്ത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണ് നമുക്ക് കിട്ടേണ്ടത്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻസ് എന്തായിരിക്കും, നമ്മുടെ കോമ്പിനേഷൻസ് ഇതാ, ഒന്നെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ പോസിബിലിറ്റി ആണ് എല്ലാ സിമ്പിൾസും, ആ രണ്ട് വേരിയബിളിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സിമ്പിൾസും എന്താവാം, ഇതാവാം, ഈ തന്നിട്ടുള്ള ഈ സിമ്പിൾ ആവാം ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിൾ. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് നോക്കിക്കോളൂ, രണ്ടാമത്തത് ടോപ്പ് ലെഫ്റ്റ് കോർണർ ഉണ്ടാവാം, മോർ ദാൻ 1 ഉണ്ടാവാം, 1 ഉണ്ടാവാം. അതേപോലെ ടോപ്പ് റൈറ്റ് കോർണർ, ടോപ്പ് റൈറ്റ് കോർണർ ആവാം. മനസ്സിലായോ, കുറേ ടോപ്പ് ലെഫ്റ്റ് കോർണറും കുറേ ടോപ്പ് റൈറ്റ് കോർണർ ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടും, ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ളത് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ നോക്കിക്കോളൂ. അതായത് നമുക്കിവിടെ ഹാഷാണ് കിട്ടേണ്ടത്, ഹാഷ് ആവാം, മോർ ദാൻ 1 ഹാഷ് ആവാം, അല്ലെങ്കിൽ കുറേ പെർസെൻറ്റേജ് ആവാം. മനസ്സിലായല്ലോ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻസ് ആവാം. കുറേ നമ്മുടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പലും കുറേ സിമ്പിൾസ് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള സിമ്പലും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെയും നമുക്ക് എന്ത് കിട്ടും, ഈ ഹാഷ് കിട്ടും. ഇത് രണ്ടാമത്തെ പോസിബിലിറ്റി ആണ്. ഇനി ഞാനിത് തൽക്കാലം മായ്ക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് നെക്സ്റ്റ് ഈ കാര്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇത്. ഇനി മൂന്നാമത്തെ ഒരു പോസിബിലിറ്റിയാണ്, നമുക്ക് എന്താവാം, ടോപ്പ് ലെഫ്റ്റ് കോർണർ ആവാം, 1 2 3 മിനിമം 1 ഉണ്ടാവണം എന്നുള്ളൂ. അതേപോലെ സെൻറ്ററിലുള്ള ആളാവാം, സെൻറ്ററിലുള്ള ആൾ എത്ര വേണമെങ്കിലും ഉണ്ടാവാം. അതേപോലെ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാവാം, ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാവാം. അതായത് ഹാഷ് ആണെങ്കിൽ എന്താവാം, ഹാഷ് ആവാം അല്ലേ, മിനിമം ഒരു ഹാഷെങ്കിലും ഉണ്ടാവണമെന്നേ ഉള്ളൂ. സെൻറ്ററിലുള്ള ആളാവാം, എത്ര വേണമെങ്കിലും ഉണ്ടാവാം. ടോപ്പ് റൈറ്റ് കോർണറിലുള്ള പെർസെൻറ്റേജ് എത്ര വേണമെങ്കിലും ആവാം. അതേപോലെ നാലാമത്തെ ഒരു പോസിബിലിറ്റിയാണ് ടോപ്പ് ലെഫ്റ്റ് കോർണർ, അതേപോലെ സെൻറ്ററിലുള്ള സിമ്പൽ അല്ലേ, ടോപ്പ് ലെഫ്റ്റ് കോർണർ സെൻറ്ററിലുള്ള സിമ്പൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹാഷാണ് കിട്ടാനുള്ളതെങ്കിൽ ഹാഷ് ആവാം, @ ആവാം അല്ലേ, മോർ ദാൻ 1 ഹാഷ് ഉണ്ടായാലും കുഴപ്പമില്ല, മോർ ദാൻ 1 @ ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലായോ, നമ്മുടെ ഫസ്റ്റ് കേസ് എന്താണ്, ഫസ്റ്റ് കേസ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ
നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. നമുക്ക് കിട്ടേണ്ട ആൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണ്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണ്. കൺക്ലൂഷനും സ്റ്റേറ്റ്മെൻറ്റും സെയിം ഡയറക്ഷനാണ്. നമ്മൾ ഈ പോയിന്റ്സ്, ഈ 3 പോയിന്റ്സ് മനസ്സിലുണ്ടാവണം. ഡെഫിനിറ്റ്ലി ട്രൂ ആണ് നമ്മുടെ കണ്ടീഷൻ. നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണ്. ഈ എക്സാമ്പിളിൽ നമുക്ക് കിട്ടേണ്ടത് ഹാഷ് ആണ്. പിന്നെ എന്താണ്? കൺക്ലൂഷനും സ്റ്റേറ്റ്മെൻറ്റും സെയിം ഡയറക്ഷൻ ആയിരിക്കണം. കൺക്ലൂഷനിൽ A to B ആണെങ്കിൽ, കൺക്ലൂഷനിൽ A to B ആണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലും A to B ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ സിമ്പിൾസിൻ്റെ കോമ്പിനേഷൻസ് ഇതായിരിക്കും. അതായത് നമുക്ക് ഹാഷ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം ഹാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹാഷിൻ്റെയും പെർസെൻറ്റേജിൻ്റെയും കോമ്പിനേഷൻസ് ആയിരിക്കാം. മിനിമം ഒരു ഹാഷ് എങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ ഹാഷിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും സെൻറ്ററിലുള്ള എലമെൻ്റ് ആയ അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് ആയിരിക്കാം. എത്ര ഹാഷ് വേണമെങ്കിലും ഉണ്ടാവാം, എത്ര അറ്റ് ദ റേറ്റ് വേണമെങ്കിലും ഉണ്ടാവാം. മിനിമം ഒരു ഹാഷ് ഉണ്ടാവണം. അതേപോലെ ഇത് ചില സമയത്ത് ഇത് 3ൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കാം. ഹാഷും അറ്റ് ദ റേറ്റും പെർസെൻറ്റേജും 3ൻ്റെയും കോമ്പിനേഷൻസ് ആയിരിക്കാം. സോ അവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മിനിമം ഒരു ഹാഷ് ഉണ്ടായാൽ മതി, ബാക്കിയുള്ളത് എത്ര ഉണ്ടായാലും കുഴപ്പമില്ല. സോ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡെഫിനിറ്റ്ലി ട്രൂ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ കേസ് 1. ഇനി ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. അതേപോലെ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളെയാണ് കിട്ടേണ്ടത്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണ് കിട്ടേണ്ടത്. പക്ഷേ കൺക്ലൂഷൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഫുള്ളായിട്ട് വായിക്കാം അല്ലേ? നമ്മുടെ കേസ് 1. ഇനി കേസ് 2 നോക്കിക്കോളൂ. കേസ് 2 നമ്മുടെ കണ്ടീഷൻ ഇവിടെ ഡെഫിനിറ്റ്ലി ട്രൂ തന്നെയാണ്. നമുക്കിവിടെ ഓരോ കണ്ടീഷനിലും നമുക്ക് 2 കേസ് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അതായത് ഓരോ കേസിലും അതിലും ഓരോ സിമ്പലിലും നമുക്ക് 2 കണ്ടീഷൻ വീതം ഡിസ്കസ് ചെയ്യാനുണ്ടാവും. നോക്കിക്കോളൂ, ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണ്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണ്. ഇവിടെ എന്താണ്? കൺക്ലൂഷനും കൺക്ലൂഷൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അതായത് നിങ്ങളുടെ കൺക്ലൂഷൻ ഇപ്പം X2E എന്നുള്ള ഡയറക്ഷനിലാണ്. കൺക്ലൂഷൻ X2E എന്നുള്ളൊരു ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഫോർവേഡ് ഡയറക്ഷൻ, നമുക്കറിയാം നമ്മൾ സിമ്പിൾസ് എഴുതുന്നത് നമ്മുടെ ഫോർവേഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് E to X ആണെങ്കിൽ, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് E to X ആണ്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിവിടെ X ലെസ് ദാൻ E എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങളുടെ കൺക്ലൂഷൻ നോർമലായ നമ്മുടെ ഇൻഈക്വാലിറ്റി സിമ്പിളായ X ലെസ് ദാൻ E എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ജനറലി എന്താണ് ചെയ്യാറ്? മൗത്ത് ഓപ്പൺ ആയേക്കണത് ഇയിലേക്കാണ്. സോ സ്റ്റേറ്റ്മെൻറ്റിലും മൗത്ത് ഇയിലേക്ക് ഓപ്പൺ ആവണം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, കൺക്ലൂഷൻ X2E ഡയറക്ഷനാണ് അല്ലേ? കൺക്ലൂഷൻ X2E ഡയറക്ഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് E to X ഡയറക്ഷനാണ്. സിമ്പൽ നിങ്ങൾ കണ്ടോ? സിമ്പൽ ഓപ്പോസിറ്റായി. മനസ്സിലായില്ലേ? അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ X2E ആണ് കൺക്ലൂഷൻ, X2E ആണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ, ഇയിലേക്കാണ് ഓപ്പൺ ആയിരിക്കണതെങ്കിൽ 2 സ്ഥലത്തും ഇയിലേക്കാണ് ഓപ്പൺ ആവുന്നത്. സിമ്പൽ രണ്ടും സെയിം ആണ്. ഇവിടെയും ലെസ് ദാൻ ആണ്. കാരണം കൺക്ലൂഷൻ്റെയും ഡയറക്ഷൻ്റെയും കൺക്ലൂഷൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും സിമ്പലിൻ്റെ ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്. കൺക്ലൂഷൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും വേരിയബിളിൻ്റെ ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്. ഇവിടെ വേരിയബിളിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. വേരിയബിളിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയാൽ സിമ്പലും ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ കിട്ടും, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ കിട്ടും. മനസ്സിലായോ? ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ കിട്ടും, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ കിട്ടും. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കിട്ടും, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു കോഡഡ് ഇൻഈക്വാലിറ്റീസ് സോൾവ് ചെയ്യണ സമയത്ത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കൺക്ലൂഷൻ്റെയും ഡയറക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫില്ലേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടല്ലോ. സോ ആ ഒരു രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പലാണ്.
ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പൽ ആണെങ്കിൽ ആദ്യം നോക്കിക്കോളൂ, ആദ്യത്തത് എല്ലാം ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പലാവാം. ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പലാവും. എല്ലാം അങ്ങനെ ആയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പലായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതായത് ഇവിടുത്തെ എക്സാമ്പിളിൽ നമുക്ക് ഹാഷ് ആണ്. അപ്പോൾ ഹാഷ് കിട്ടാൻ കൺക്ലൂഷനും സ്റ്റേറ്റ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, എല്ലാം സ്റ്റാർ ആണെങ്കിൽ, എല്ലാം ആസ്റ്ററിസ്ക് മാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹാഷ് കിട്ടും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഇവിടെ എക്സ് ഹാഷ് ഇ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. എക്സ് ഹാഷ് ഇ ആണ് കിട്ടേണ്ടത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞ്? എക്സ് എല്ലാം ഹാഷ് ആവാം അല്ലേ? ഇപ്പോൾ എക്സ് ഹാഷ് ജെ ഹാഷ് സി ഹാഷ് ഇ, ഇങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓർഡർ എങ്ങനെയാണ്? എക്സ് ടു ഇ ആണ്. കൺക്ലൂഷൻ്റെ ഓർഡർ എങ്ങനെയാണ്? എക്സ് ടു ഇ ആണ്. സോ എല്ലാം നമുക്ക് ഹാഷ് ആയാൽ നമുക്ക് എന്താണ് കിട്ടാൻ പോണേ? ഹാഷ് ആണ് കിട്ടാൻ പോണേ. ഈ ഹാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രേറ്റർ ആണ് അല്ലേ? അപ്പോൾ എല്ലാം ഗ്രേറ്റർ ആയാൽ നമുക്ക് എന്ത് കിട്ടും? ഓബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും? ഗ്രേറ്റർ കിട്ടും. ഇനി ഇവിടെ നമ്മൾ രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പം എക്സ് സ്റ്റാർ ഇ ആയിരിക്കും എവിടെ? നമ്മുടെ കൺക്ലൂഷനിൽ. എക്സ് ഗ്രേറ്റർ ദാൻ ഇ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പം ഇ ജെ സി എക്സ് ആണെന്ന് വിചാരിക്കാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇ ജെ സി എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ എങ്ങോട്ടാണ് ഓപ്പൺ ആവേണ്ടത്? ഇവിടെ ഓപ്പൺ ആവേണ്ടത് എക്സിലേക്കാണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഗ്രേറ്റർ ദാൻ സിമ്പൽ ഓപ്പൺ ആയേക്കുന്നത് ആരിലേക്കാണ്? ഈ ഇൻഇക്വാലിറ്റി ഓപ്പൺ ആയത് എക്സിലേക്കാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കണം നമ്മുടെ മൗത്ത് ഓപ്പൺ ആവണ്ടേ? എക്സിലേക്കാണ് ഓപ്പൺ ആവണ്ടേ. ഇവിടെ സിമ്പൽ ഗ്രേറ്റർ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിയുമ്പം സിമ്പൽ ഇവിടെ ലെസ് ആയി. ഈ ഒരു മാജിക് ബോക്സിൽ ലെസ്സിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഏതാണ്? അതിൻ്റെ നേരെ താഴെ ഉള്ളതാണ്. സോ സ്റ്റാർ അല്ലേ? അപ്പം മോർ ദാൻ വൺ എല്ലാ സിമ്പിൾസും സ്റ്റാർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പൽ കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ പോസിബിലിറ്റി ഒന്നെങ്കിൽ ബോട്ടം ലെഫ്റ്റ് കോർണർ ഇല്ലേ? ബോട്ടം ലെഫ്റ്റ് കോർണർ അതേപോലെ സെൻറ്ററിലുള്ള ആളാവാം. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോപ്പ് ലെഫ്റ്റ് കോർണർ കിട്ടും. അതായത് ഹാഷ് ആണ് കിട്ടേണ്ടതെങ്കിൽ സ്റ്റാർ മോർ ദാൻ വണ്ണോ ആവാം. മിനിമം 1 ഉണ്ടായാൽ മതി. ഈ ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള ആൾ എപ്പോഴും മിനിമം 1 ഉണ്ടാവണം. മിനിമം 1. മനസ്സിലായല്ലോ? യെസ്. ഇനി മൂന്നാമത്തെ പോസിബിലിറ്റി എന്താണ്? മൂന്നാമത്തത് ബോട്ടം ലെഫ്റ്റ് കോർണർ അതേപോലെ ബോട്ടം റൈറ്റ് കോർണർ. ബോട്ടം ലെഫ്റ്റ് കോർണർ അതേപോലെ ബോട്ടം റൈറ്റ് കോർണർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഷ് ആണ് കിട്ടേണ്ടത്. ഹാഷ് കിട്ടുമ്പം സ്റ്റാർ അതേപോലെ കുറേ ഡോളർ ഉണ്ടായാൽ നമുക്ക് എന്ത് കിട്ടും? ഹാഷ് കിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ. നാലാമത്തത് എന്താണ്? ബോട്ടം ലെഫ്റ്റ് കോർണർ ബോട്ടം റൈറ്റ് കോർണർ അതേപോലെ സെൻറ്ററിലുള്ള ആൾ. ബോട്ടം ലെഫ്റ്റ് കോർണർ ബോട്ടം റൈറ്റ് കോർണർ പിന്നെ സെൻറ്ററിലുള്ള ആൾ. മനസ്സിലായല്ലോ? യെസ്. ഹാഷിൻ്റെ എന്ത് കിട്ടും? സ്റ്റാർ കിട്ടും, ഡോളർ കിട്ടും, അറ്റ് ദ റേറ്റ് കിട്ടും. സ്റ്റാർ കിട്ടും, ഡോളർ കിട്ടും, അറ്റ് ദ റേറ്റ് കിട്ടും. മനസ്സിലായല്ലോ? സോ ഈ 4 പോസിബിലിറ്റീസ് ആണ് ഡെഫിനറ്റ്ലി ട്രൂ കിട്ടണം. ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളെ കിട്ടണം. കൺക്ലൂഷനും സ്റ്റേറ്റ്മെൻറ്റും സെയിം ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം, ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിത് മായ്ക്കുവാണ്. അപ്പോൾ ഇത് മാച്ചിട്ട് ഞാൻ വേറൊരു ഹിൻറ്റ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു ഹിൻറ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ആ ഒരു ഹിൻറ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഹിൻറ്റ് എപ്പോഴും കറക്റ്റ് ആവണം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ബോട്ടം ലെഫ്റ്റ് കോർണർ ബോട്ടം റൈറ്റ് കോർണർ എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു മാജിക്കൽ ബോക്സിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ്. നമ്മൾ നോർമലായ കോഡഡ് ഇൻഇക്വാലിറ്റീസ് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ ഈ മാജിക്കൽ ബോക്സ് ആണ് ഫോളോ ചെയ്ത്. റിവേഴ്സിലും നമ്മൾ ഈ സെയിം മാജിക്കൽ ബോക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ മാജിക്കൽ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ കാര്യം പറയുന്നത്. സിമ്പിൾസ് നിങ്ങൾ ഈ ഓർഡറിലല്ലാതെ വേറെ ഓർഡറിൽ ഫോളോ ചെയ്താൽ ഈ കാര്യങ്ങളൊന്നും മാച്ച് ആവില്ല. മനസ്സിലായല്ലോ? യെസ്. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ
ഇവിടെ അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഹിൻറ്റ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൂ ആണ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറാണ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറാണ്. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷനാണ്. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വേരിയബിൾസിൻ്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ ഈ ഒരു മാജിക്കൽ ബോക്സിനെ അല്ലേ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ ഒരു മാജിക്കൽ ബോക്സിൽ നമുക്ക് ഈ ഓരോരോ നോഡിൽ അല്ലെങ്കിൽ ഈ രണ്ട് ലൈൻസ് ജോയിൻ ആവുന്ന ഈ ഓരോരോ പോയിന്റിലും നമുക്ക് ഓരോരോ സിമ്പിൾ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഡെഫിനറ്റ്ലി ട്രൂ ടോപ്പ് ലെഫ്റ്റ് കോർണർ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അപ്പർ ഹാഫിലുള്ള ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പം ഇതാണ് അപ്പർ ഹാഫ്, ഇതാണ് നമ്മുടെ അപ്പർ ഹാഫിലുള്ള ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ ലോവർ ഹാഫിലുള്ള ട്രയാങ്കിൾ അല്ലേ. ഈ ഓരോ പോയിന്റും ഓരോ സിമ്പിളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്പർ ഹാഫിലുള്ള ട്രയാങ്കിളുടെ കോമ്പിനേഷൻസ് ആവാം, അപ്പർ ഹാഫിലുള്ള ട്രയാങ്കിളിലുള്ള സിമ്പിൾസിൻ്റെ കോമ്പിനേഷൻസ് ആവാം. കണ്ടീഷൻ എന്താണ്? മിനിമം എന്തുണ്ടാവണം? നമുക്ക് കിട്ടേണ്ട ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള മിനിമം 1 ടോപ്പ് ലെഫ്റ്റ് കോർണർ ഉണ്ടാവണം. മനസ്സിലായോ? അതായത് ഏത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണോ നിങ്ങൾ ഡിറൈവ് ചെയ്യുന്നത്, ആ രണ്ട് സിമ്പിളിൻ്റെ ഇടയ്ക്ക് ഉള്ള സിമ്പിൾസ് ഏത് കോമ്പിനേഷൻസിലാവാം? അതായത് നമ്മുടെ അപ്പർ ഹാഫിലുള്ള ട്രയാങ്കിളുടെ കോമ്പിനേഷൻ, അപ്പർ ഹാഫിലുള്ള ഈ ട്രയാങ്കിളുടെ കോമ്പിനേഷൻസ് ആവാം. അവിടെ കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. ഒരെണ്ണമെങ്കിലും ആ കോമ്പിനേഷനിൽ മിനിമം ഒരെണ്ണം എന്തായിരിക്കണം? ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിൾ ആയിരിക്കണം. മനസ്സിലായല്ലോ? അതേപോലെ ഡെഫിനറ്റ്ലി ട്രൂ ആണ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിളാണ്. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ലോവർ ഹാഫിലുള്ള ട്രയാങ്കിൾ. ഇവിടെ ഏതാണ്? അപ്പർ ഹാഫ് ട്രയാങ്കിളാണ്. ഇവിടെ അപ്പർ ഹാഫാണ് മുകളിലുള്ള ട്രയാങ്കിൾ അല്ലേ. മുകളിലുള്ള ആ ഒരു ഹാഫിലുള്ള ട്രയാങ്കിളാണ് അപ്പർ ഹാഫ് ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ലോവർ ഹാഫ് ട്രയാങ്കിളാണ് ഇവിടെ വേണ്ടത്. ലോവർ ഹാഫ് ട്രയാങ്കിളാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് എന്തുണ്ടാവണം? കണ്ടീഷൻ മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ ഉണ്ടാവണം. മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ഡെഫിനറ്റ്ലി ട്രൂ ടോപ്പ് ലെഫ്റ്റ് കോർണറിലെ രണ്ട് കേസ്. ഒരു കേസ് എന്താണ്? കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഡെഫിനറ്റ്ലി നമ്മുടെ കണ്ടീഷൻ നമ്പർ 1 ആണ് ഡെഫിനറ്റ്ലി ട്രൂ. നമുക്ക് ഡെഫിനറ്റ്ലി ട്രൂ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് കിട്ടേണ്ട വേരിയബിൾ നമുക്ക് കിട്ടേണ്ട സിമ്പിൾ നമ്പർ 1 ആണ് ടോപ്പ് ലെഫ്റ്റ് കോർണർ. അപ്പോൾ അതായത് കണ്ടീഷൻ നമ്പർ 1ൽ കിട്ടേണ്ട സിമ്പിൾ നമ്പർ 1ൽ തന്നെ നമുക്ക് രണ്ട് കേസ് ഉണ്ട്. ഒന്നെന്താണ്? സെയിം ഡയറക്ഷൻ, രണ്ടാമത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ സെയിം ഡയറക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അപ്പർ ഹാഫിലുള്ള ട്രയാങ്കിൾ, ഈ ഒരു വലിയ സ്ക്വയറിനെ ഞാൻ രണ്ടായി ഡിവൈഡ് ചെയ്താൽ ഇത് അപ്പർ ഹാഫിലുള്ള ട്രയാങ്കിളാണ്, ഇത് ലോവർ ഹാഫിലുള്ള ട്രയാങ്കിളാണ്. സോ അപ്പർ ഹാഫിലുള്ള ട്രയാങ്കിൾ എനിക്ക് കിട്ടും മിനിമം ഒരു ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിൾ ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തെ കേസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ പറയുക, ലോവർ ഹാഫ് ട്രയാങ്കിൾ കിട്ടും. അതിലുള്ള കോമ്പിനേഷൻസ് ആയിരിക്കണം ഒരെണ്ണമെങ്കിലും ബോട്ടം ലെഫ്റ്റ് കോർണർ ആയിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. ഇനി കേസ് 2 കണ്ടീഷൻ 1 ആണ്. കണ്ടീഷൻ 1 എന്താണ്? ഡെഫിനറ്റ്ലി ട്രൂ. അതാണ് നമ്മുടെ കണ്ടീഷൻ. നമുക്ക് ആദ്യം കണ്ടീഷൻ 1ൻ്റെ ഡെഫിനറ്റ്ലി ട്രൂവിൻ്റെ ഈ 5 കേസസ്, ഡെഫിനറ്റ്ലി ട്രൂയുടെ ഈ 5 കേസസ് നോക്കാം. 5 കേസിൽ തന്നെ നമുക്ക് ഓരോരോ കേസിലും നമുക്ക്, അതായത് ഓരോരോ സിമ്പലിലും നമുക്ക് ഈ 2 കേസ് വീതം നോക്കാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൂവിൽ തന്നെ നമ്മൾ ഓൾറെഡി 2 കേസ് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് 8 കേസ് നോക്കാനുണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് എത്ര കേസാണ്? 10 കേസാണുള്ളത്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൂ ആണ്. നമ്മളിപ്പോൾ ആദ്യം നോക്കിയത് ഏതാണ്? ടോപ്പ് ലെഫ്റ്റ് കോർണറാണ്. ഇനി നമുക്കിവിടെ ബോട്ടം ലെഫ്റ്റ് കോർണറാണ് കിട്ടേണ്ടത്. ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പലാണ് കിട്ടേണ്ടത്. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സെയിം ഡയറക്ഷനാണ്. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്
സെയിം ഡയറക്ഷനാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ നമ്മുടെ കോമ്പിനേഷൻസ്. ഫസ്റ്റ് വണ്ണ് നമുക്കെല്ലാം എന്താവാം, എല്ലാം നമുക്ക് ബോട്ടം ലെഫ്റ്റ് കോർണർ ആവാം. എത്ര സിമ്പിൾസ് ഉണ്ടോ അതെല്ലാം എന്താവാം, ബോട്ടം ലെഫ്റ്റ് കോർണർ ആവാം. ദാറ്റ് ഈസ് സ്റ്റാർ ആണ് കിട്ടേണ്ടതെന്ന് വിചാരിച്ചു. ഈ എക്സാമ്പിളിൽ സ്റ്റാർ ആണല്ലോ. എല്ലാം എന്തായിരിക്കാം, എല്ലാം നമുക്ക് സ്റ്റാർ ആയിരിക്കാം. എത്ര എണ്ണം ഉണ്ടോ എല്ലാം നമുക്ക് സ്റ്റാർ ആയിരിക്കാം. രണ്ടാമത്തത് എന്താണ്, ബോട്ടം ലെഫ്റ്റ് കോർണറിൻ്റെയും ബോട്ടം റൈറ്റ് കോർണറിൻ്റെയും കോമ്പിനേഷൻസ് ആവാം. ബോട്ടം റൈറ്റ് കോർണറിൻ്റെയും കോമ്പിനേഷൻസ് ആവാം. എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാർ ആണ് കിട്ടേണ്ടത്. സ്റ്റാർ ആവാം, ഡോളർ ആവാം അല്ലേ. എത്ര ഡോളർ വേണമെങ്കിലും ആവാം, മിനിമം ഒരു സ്റ്റാർ ഉണ്ടായാൽ മതി. മൂന്നാമത്തെ കേസ് എന്താണ്, ബോട്ടം ലെഫ്റ്റ് കോർണറും അതേപോലെ സെൻറ്ററിലുള്ള ആളും. എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാർ ആണ് കിട്ടേണ്ടത്. എത്ര അറ്റ് വേണമെങ്കിലും ആവാം, മിനിമം ഒരു സ്റ്റാർ ഉണ്ടായിരിക്കണം. ഇനി നാലാമത്തത് ബോട്ടം ലെഫ്റ്റ് കോർണർ അതേപോലെ ബോട്ടം റൈറ്റ് കോർണർ അതേപോലെ സെൻറ്ററിലുള്ള ആൾ. ഇത് മൂന്നിൻ്റെയും കോമ്പിനേഷൻ ആവാം. അപ്പോൾ സ്റ്റാർ ആവാം, അറ്റ് ദ റേറ്റ് ആവാം, പിന്നെന്താണ്, ഡോളർ ആവാം. ഇവിടെ എന്താണ്, മിനിമം ഒരു സ്റ്റാർ ആയിരിക്കണം. ഇത് എപ്പോഴാണ്, കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. ഇനി കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ യെസ്, നമ്മൾ നേരത്തെ എന്തായിരുന്നു, ടോപ്പ് ലെഫ്റ്റ് കോർണർ ആയിരുന്നു. സെയിം ഡയറക്ഷനിൽ നമ്മൾ പറഞ്ഞു അപ്പർ ഹാഫ് ട്രയാങ്കിൾ ആണെന്ന്. ഇവിടെ നമുക്ക് ബോട്ടം ലെഫ്റ്റ് കോർണർ വന്നപ്പം സെയിം ഡയറക്ഷനിൽ നമുക്ക് ലോവർ ഹാഫ് ട്രയാങ്കിൾ ആണ് കിട്ടിയത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്താണ് കിട്ടേണ്ടത്, അപ്പർ ഹാഫ് ട്രയാങ്കിൾ ആണ് കിട്ടേണ്ടത്. നോക്കിക്കോളൂ, ഇവിടെ എന്തായിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കണം. സ്റ്റാർ ആണ് കിട്ടേണ്ടതെങ്കിൽ ഇവിടെ എന്താ കിട്ടേണ്ടത്, ഹാഷ്. എല്ലാം ഹാഷ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ബോട്ടം ലെഫ്റ്റ് കോർണർ ഡെഫിനറ്റ്ലി ട്രൂ ആണ് കിട്ടും. ഇവിടെ അതേപോലെ എവിടേക്കാണോ ഇവിടെ ബോട്ടം എന്ന് വന്നത് അവിടെയൊക്കെ നമ്മൾ ടോപ്പ് ആക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമുക്കറിയാം സ്റ്റാർ ആണ് കിട്ടേണ്ടത്. ടോപ്പ് ലെഫ്റ്റ് കോർണറും ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളുടെ കോമ്പിനേഷൻസ് ആണ്, പെർസെൻറ്റേജ്. അതേപോലെ ഇവിടെ എന്താണ്, സ്റ്റാർ ആണ് കിട്ടേണ്ടത്. സെൻറ്ററിലുള്ള ആളും ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളുടെയും കോമ്പിനേഷൻ ആണ്. ഇവിടെ എന്താണ്, സെൻറ്ററിലുള്ള ആളും ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളും ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളുടെയും കോമ്പിനേഷൻ ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മളൊരു ഹിൻറ്റ് ഓർത്തിരിക്കണം. എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്, ഡെഫിനറ്റ്ലി ട്രൂ ആണ്, ബോട്ടം ലെഫ്റ്റ് കോർണർ ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ട്രൂ ആണ്, ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിളാണ്. കൺക്ലൂഷൻ സി എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ, യെസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ലോവർ ഹാഫ് ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ലോവർ ഹാഫ് ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും. മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ സിമ്പിൾ. അതിൽ മിനിമം എന്തായിരിക്കണം, ഒരെണ്ണം ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിൾ ആയിരിക്കണം. ബാക്കിയുള്ളത് ഏതായാലും നമുക്ക് കുഴപ്പമില്ല. മിനിമം അതിൽ ഒരെണ്ണം ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിൾ ആയിരിക്കണം. ഇനി കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അപ്പർ ഹാഫിലുള്ള ഇങ്ങനല്ലേ, അപ്പർ ഹാഫിലുള്ള ട്രയാങ്കിൾ കിട്ടും. അതിൻ്റെ കോമ്പിനേഷൻസ് ആണ്. ഇവിടെ എന്താണ് കണ്ടീഷൻ, മിനിമം 1 ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളായിരിക്കണം. ഏത് സിറ്റുവേഷനിൽ, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനിലുള്ള വേരിയബിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ. മനസ്സിലായോ? യെസ്. സോ ഇതാണ് ഡെഫിനറ്റ്ലി ട്രൂവിൻ്റെ രണ്ടാമത്തെ കേസ്.
ഇനി നിങ്ങൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് എടുത്ത് വെക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രിലിമിനറിക്ക് നിങ്ങൾക്ക് ചോദിച്ചില്ലെങ്കിലും നമ്മുടെ മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മെയിൻസിൻ്റെ കാര്യം പറയുമ്പം നമുക്ക് കുറച്ച് പ്രിലിമിനറിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സമയം നമുക്ക് കിട്ടും. സോ നമുക്ക് കുറച്ച് ആലോചിച്ച് ചെയ്യാനുള്ള ടൈമൊക്കെ നമ്മുടെ മെയിൻസിൽ കിട്ടും. എങ്ങാനും നമ്മുടെ പ്രിലിമിനറിയിൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ ഐഡിയ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇനി മൂന്നാമത്തെ കേസാണ് ഡെഫിനിറ്റ്ലി ട്രൂ. നമ്മുടെ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആൾ, എനിക്ക് കിട്ടേണ്ടത് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാണ്. ഞാൻ കൺക്ലൂഷനെ സി എന്നും സ്റ്റേറ്റ്മെൻറ്റിനെ എസ് എന്നും ഡിനോട്ട് ചെയ്യുവാണേ. സെയിം ഡയറക്ഷൻ ആണ് വേരിയബിൾസിൻ്റെ, രണ്ടിലും വേരിയബിൾസിൻ്റെ ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തത് എന്താണ്? എല്ലാം ടോപ്പ് ലെഫ്റ്റ് കോർണർ ആവാം, എല്ലാം ടോപ്പ് ലെഫ്റ്റ് കോർണർ ആവാം. ഇവിടെ എന്താണ് കിട്ടേണ്ടത്? പെർസെൻറ്റേജ് ആണ് കിട്ടേണ്ടത്. സോ എല്ലാം എന്താവാം? എല്ലാം എനിക്ക് പെർസെൻറ്റേജ് ആവാം. ഇനി അതല്ല, ടോപ്പ് ലെഫ്റ്റ് കോർണറും സെൻറ്ററും ആവാം, ടോപ്പ് ലെഫ്റ്റ് കോർണറും അതേപോലെ സെൻറ്ററും ആവാം. മനസ്സിലായോ? എന്താണ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം? പെർസെൻറ്റേജ് ആവാം, അറ്റ് ദ റേറ്റ് ആവാം, പെർസെൻറ്റേജ് ആവാം, അറ്റ് ദ റേറ്റ് ആവാം. മിനിമം ഒരു പെർസെൻറ്റേജ് എങ്കിലും ഉണ്ടാവണം, മിനിമം ഒരു പെർസെൻറ്റേജ് എങ്കിലും ഉണ്ടാവണം. യെസ്. ഇതെപ്പോഴാണ്? കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ ആവുമ്പോൾ. ഇനി കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കാം. കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ലെഫ്റ്റ് അല്ല, റൈറ്റ് ആണ്. ടോപ്പ് റൈറ്റ്, നമുക്ക് ബോട്ടം റൈറ്റ് കോർണർ ആവാം. സിമ്പിൾസ് എല്ലാം എന്താവാം? ബോട്ടം റൈറ്റ് കോർണർ ആവാം. കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ അല്ലേ? യെസ്. രണ്ടാമത്തെ കോമ്പിനേഷൻ ആണ് ബോട്ടം റൈറ്റ് കോർണർ, ബോട്ടം റൈറ്റ് കോർണറും അതേപോലെ സെൻറ്ററിലുള്ള ആളും. എത്ര വേണമെങ്കിലും ആവാം, അതായത് ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആൾ സെൻറ്ററിലുള്ള ആളും എത്ര വേണമെങ്കിലും ആവാം, എങ്ങനെ വേണമെങ്കിലും കോമ്പിനേഷൻ വരാം. പക്ഷെ മിനിമം എന്തുണ്ടായിരിക്കണം? മിനിമം ഒരു ബോട്ടം റൈറ്റ് കോർണറിലുള്ള, മിനിമം ഒന്നെങ്കിലും ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളുണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അതേപോലെ ഇവിടെ ഈ ഒരു സെയിം ഡയറക്ഷൻ കേസിൽ മിനിമം ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളുണ്ടായിരിക്കണം. അപ്പം നമുക്ക് കിട്ടേണ്ടത്, നമ്മളിത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാണെങ്കിൽ, നമുക്ക് കിട്ടേണ്ട ആൾ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാണെങ്കിൽ യെസ്, ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ. മനസ്സിലായോ? നമ്മുടെ ലൈൻ ഇങ്ങനെ വരും. ഈ ലൈൻ എങ്ങനെയാണ്? അപ്പർ റൈറ്റ് സൈഡ്, അപ്പർ റൈറ്റ് സൈഡ് അല്ലേ? ഈ ലൈൻ എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്? ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആൾ, ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാണ്. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മുടെ ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. നേരത്തെ നമുക്ക് ട്രയാങ്കിൾ ആയിരുന്നു, നേരത്തെ നമുക്ക് എന്തായിരുന്നു? ഇങ്ങനെ ട്രയാങ്കിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ 3 പേരെ കിട്ടി. ഇപ്പം നമുക്ക് ഇയാളുടെ ആവശ്യമില്ല, ഇയാളുടെ ആവശ്യമില്ല. സോ അതുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു ലെഫ്റ്റ് കോർണറിലുള്ള ആൾ നമുക്ക് ആവശ്യമില്ല, ലെഫ്റ്റ് കോർണറിലുള്ള ആൾ നമുക്ക് ആവശ്യമില്ല. അത് ബോട്ടം ആയാലും ടോപ്പ് ആയാലും നമുക്ക് ലെഫ്റ്റ് കോർണറിലുള്ള ആൾ ആവശ്യമില്ല. സോ ഈ രണ്ട് സിമ്പിൾസിനെയും ഈ ലൈനിലേക്ക്, ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈൻസിനെ നമ്മൾ ഒഴിവാക്കി. ഈ രണ്ട് സിമ്പിൾസിനെയും ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈൻസിനെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് എന്താണുള്ളത്? അപ്പർ റൈറ്റ് സൈഡിൽ ഒരു ലൈനേ ഉള്ളൂ, അപ്പർ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ലൈനേ ഉള്ളൂ. ഇവിടെ എന്താണ് കണ്ടീഷൻ? മിനിമം 1 ടോപ്പ് റൈറ്റ് കോർണർ, മിനിമം 1 ടോപ്പ് റൈറ്റ് കോർണർ. മാക്സിമം എത്ര വേണമെങ്കിലും ആവാം, നടുക്കുള്ള ആളും എത്ര വേണമെങ്കിലും ആവാം, പക്ഷെ മിനിമം 1 ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളുണ്ടായിരിക്കണം. ഇവിടെ എന്താണ്? ഇങ്ങനെയാണ് അല്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ലോവർ റൈറ്റ് സൈഡാണ്. ഇവിടെയും കണ്ടീഷൻ എന്താണ്? മിനിമം 1 ബോട്ടം റൈറ്റ് കോർണർ, മിനിമം 1 ബോട്ടം റൈറ്റ് കോർണർ. മനസ്സിലായല്ലോ? മിനിമം 1 ബോട്ടം റൈറ്റ് കോർണർ. ഇവിടെ മിനിമം 1 ടോപ്പ് റൈറ്റ് കോർണർ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അപ്പർ റൈറ്റ് സൈഡാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ലോവർ റൈറ്റ് സൈഡാണ്. ഏത് കേസിൽ?
ടോപ്പ് റൈറ്റ് കോർണർ കിട്ടും. ടോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം മുകളിലാണ്, ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുകളിലാണ്. സോ മുകളിലുള്ള ആളെ കിട്ടാൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എപ്പോഴും മുകളിലുള്ള ആളാണ് വേണ്ടത്. അത് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും അല്ലേ, ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും മുകളിലുള്ള ആളെ കിട്ടാൻ വേണ്ടി നമുക്ക് എപ്പോഴും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മുകളിലുള്ള ആളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ആണ് കിട്ടേണ്ടതെങ്കിൽ അപ്പർ ഹാഫിൻ്റെ ഹോൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും അല്ലേ. നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാണെങ്കിൽ ലെഫ്റ്റിലുള്ള ആൾ നമുക്ക് ആവശ്യമില്ല, ലെഫ്റ്റിലുള്ള ആൾ നമുക്ക് അധികപ്പറ്റാണ്. സോ നമ്മൾ അതിനെ ഒഴിവാക്കുവാണ്, നമുക്ക് അതിന് ആവശ്യമില്ല. അത് ഉണ്ടായാൽ നമുക്ക് പ്രശ്നമാണ്. അധികപ്പറ്റാന്നുള്ളത് മാത്രമല്ല, അവൻ പ്രശ്നക്കാരനാണ്. സോ അതുകൊണ്ട് നമ്മൾ അവനെ ഒഴിവാക്കും, നമ്മുടെ ആവശ്യം റൈറ്റ് ആവണ സിറ്റുവേഷൻസിൽ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അപ്പർ റൈറ്റ് സൈഡിലുള്ള ഈ ഒരൊറ്റ ലൈനിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. ഈ രണ്ട് പോയിൻറ്റ്സിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു സിംഗിൾ ലൈന്. നമ്മുടെ ആവശ്യം ബോട്ടം ആണെങ്കിലോ, ബോട്ടം ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ യെസ് നമ്മൾ എന്ത് ചെയ്യും, ബോട്ടമിലുള്ള ആളെ കൺസിഡർ ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് നാലാമത്തെ സിമ്പൽ നോക്കാം. നാലാമത്തത് ബോട്ടം റൈറ്റ് സൈഡ് അല്ലേ, ബോട്ടം റൈറ്റ് സൈഡ് CS കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. ബോട്ടം റൈറ്റ് സൈഡാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം, സെയിം ഡയറക്ഷൻ ആണ്. എല്ലാം കിട്ടേണ്ടത് എന്താണ്, ഒന്നെങ്കിൽ എല്ലാം ബോട്ടം റൈറ്റ് സൈഡ് ആവാം, അല്ലെങ്കിൽ ബോട്ടം റൈറ്റ് സൈഡിൻ്റെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻസ് ആവാം. മിനിമം ഒരു ബോട്ടം റൈറ്റ് സൈഡ് ഉണ്ടാവണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ കിട്ടേണ്ടത് ഡോളർ ആണെങ്കിൽ എല്ലാം നമുക്ക് ഡോളർ ആവാം, അല്ലെങ്കിൽ ഡോളറിൻ്റെയും @റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് ആവാം. മിനിമം ഒരു ഡോളറെങ്കിലും ഉണ്ടായിരിക്കണം സെയിം ഡയറക്ഷൻ ആവുമ്പോൾ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നോക്കിക്കോളും. ആദ്യം നമുക്ക് എന്താവണം, എല്ലാം ടോപ്പ് റൈറ്റ് സൈഡ് ആയിരിക്കണം, ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളായിരിക്കണം. രണ്ടാമത്തെ കേസ് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻസ് ആവാം. അതായത് ഡോളറാണ് കിട്ടേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം പെർസെൻറ്റേജ് ആവാം, അല്ലെങ്കിൽ ഡോളറാണ് കിട്ടേണ്ടതെങ്കിൽ പെർസെൻറ്റേജിൻ്റെയും @റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് ആവാം. മിനിമം എന്തായിരിക്കണം, മിനിമം ഒരു പെർസെൻറ്റേജ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം നമുക്ക് കിട്ടേണ്ടത് ബോട്ടം റൈറ്റ് സൈഡ് ആണെങ്കിൽ നമ്മുടെ ലൈൻ ഇങ്ങനെ ആയിരിക്കും അല്ലേ. ലോവർ റൈറ്റ് സൈഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലോവർ റൈറ്റ് സൈഡ് മിനിമം 1 ബോട്ടം റൈറ്റ് കോർണർ, മനസ്സിലായല്ലോ? മിനിമം 1 ബോട്ടം റൈറ്റ് കോർണർ. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് പോയിന്റ്സ് ആണ്. ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആളെ ഒഴിവാക്കി, ലെഫ്റ്റ് സൈഡിലുള്ള ആൾ പ്രശ്നക്കാരനാണ് എപ്പോൾ, റൈറ്റ് സൈഡ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ. സോ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഒഴിവാക്കും. അപ്പോൾ സെൻറ്ററിനെയും റൈറ്റ് സൈഡിനെയും കണക്ട് ചെയ്യുന്ന ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടോപ്പും സെയിം ഡയറക്ഷനും ആണെങ്കിൽ ടോപ്പ് കൺസിഡർ ചെയ്യും, ടോപ്പും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആണെങ്കിൽ ബോട്ടം കൺസിഡർ ചെയ്യും. അതേപോലെ ബോട്ടവും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ബോട്ടം കൺസിഡർ ചെയ്യും, ബോട്ടവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ടോപ്പ് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെ കിട്ടും, ഇവിടെ ഇങ്ങനെ കിട്ടും, അപ്പർ റൈറ്റ് സൈഡ് മിനിമം 1 ടോപ്പ് റൈറ്റ് കോർണർ അല്ലേ, മിനിമം 1 ടോപ്പ് റൈറ്റ് കോർണർ. മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ കേസ് @റേറ്റ് ആണല്ലോ. അതായത് അഞ്ചാമത്തെ കേസ് നമ്മുടെ സെൻറ്ററിലുള്ള ആളെ കിട്ടണമെങ്കിൽ ഡെഫിനിറ്റ്ലി ട്രൂ ആണ്, സെൻറ്ററിലുള്ള ആളെ കിട്ടണം.
ഡെഫിനറ്റ്ലി ട്രൂ ആണ്. നമുക്കിവിടെ കിട്ടേണ്ടത് സെൻറ്ററിലുള്ള ആളാണെങ്കിൽ അതിപ്പോൾ സെയിം ഡയറക്ഷൻ ആയാലും ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയാലും C2S സെയിം ആയാലും C2S ഓപ്പോസിറ്റ് ആയാലും ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, എല്ലാം സെൻറ്റർ ആയിരിക്കണം. എത്ര സിമ്പിൾസ് ഉണ്ടോ അതെല്ലാം എന്തായിരിക്കണം? സെൻറ്റർ ആയിരിക്കണം. അതായത് അറ്റ് ദ റേറ്റ് ആണ് ഇവിടുത്തെ എക്സാമ്പിൾ. അപ്പോൾ എല്ലാം എന്തായിരിക്കണം? അറ്റ് ദ റേറ്റ് ആയിരിക്കണം, വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ഡെഫിനറ്റ്ലി ട്രൂ സെൻറ്റർ എലമെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ട്രൂ വെച്ച് നമ്മൾ 6 കേസ് നോക്കി അല്ലേ? ഡെഫിനറ്റ്ലി ട്രൂ വെച്ച് നമ്മൾ എന്ത് നോക്കി? നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ് ഡെഫിനറ്റ്ലി ട്രൂ. അതിൽ നമ്മൾ 10 കേസ് നോക്കി. 10 കേസ് നോക്കി. ഓരോന്നിലും ഓരോ സിമ്പിളിന് 10 9 കേസ് നോക്കി. 9 കേസ് 9 കേസ് നമുക്ക് 10 എന്ന് പറയാം. 10 കേസ് നമ്മൾ നോക്കി. നമുക്ക് നോക്കാം. ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളെയാണ് കിട്ടേണ്ടത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അപ്പർ ഹാഫ് ട്രയാങ്കിൾ ആണ്. ഞാനിവിടെ എഴുതാം, നോക്കിക്കോളൂ. ഡെഫിനറ്റ്ലി ട്രൂ. ഓക്കെ, ആദ്യത്തത് ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണ്. C2S സെയിം ഡയറക്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ എന്താണ്? അപ്പർ ഹാഫ് ട്രയാങ്കിൾ മിനിമം 1 ടോപ്പ് ലെഫ്റ്റ് കോർണർ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തത് എന്താണ്? ടോപ്പ് ലെഫ്റ്റ് കോർണർ C2S ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ബോട്ടം ട്രയാങ്കിൾ ആണ്. ഇവിടെ എന്താണ് കണ്ടീഷൻ? മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ. മനസ്സിലായല്ലോ? മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ. ഈ 2 കേസ് മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ എന്താണ്? ടോപ്പ് റൈറ്റ് കോർണർ ആണെങ്കിൽ അപ്പർ റൈറ്റ് സൈഡ് ആണ്. ഇത് അപ്പർ റൈറ്റ് സൈഡ് ആണ്. ഇവിടെ എന്താണ്? മിനിമം 1 ടോപ്പ് റൈറ്റ് കോർണർ അല്ലേ? യെസ്. ഇവിടെ എന്താണ്? നോ ടോപ്പ് ലെഫ്റ്റ് കോർണർ അല്ലെങ്കിൽ 0 ഓർ നോ ടോപ്പ് ലെഫ്റ്റ് കോർണർ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്ത് ഈ പോയിന്റ് നമുക്ക് ആവശ്യമില്ല, ലെഫ്റ്റിലുള്ള ആൾ നമുക്ക് ആവശ്യമില്ല. സോ അതിന് ജോയിൻ ചെയ്യണ ലൈൻസ് നമ്മൾ ഒഴിവാക്കി. നാലാമത് ഇവിടെ സെയിം ഡയറക്ഷൻ ആണ്, ഇത് സെയിം ആണ്. ടോപ്പ് റൈറ്റ് കോർണർ സിയും എസും ഓപ്പോസിറ്റ് ആണെങ്കിൽ ബോട്ടം റൈറ്റ് സൈഡ് ആണ്. മിനിമം 1 ബോട്ടം റൈറ്റ് കോർണർ നോ ബോട്ടം ലെഫ്റ്റ് കോർണർ. ഒരെണ്ണം പോലും എന്തുണ്ടാവാൻ പാടില്ല? ബോട്ടം ലെഫ്റ്റ് കോർണർ ഉണ്ടാവാൻ പാടില്ല. അത് ഈ പോയിന്റ് ആണ്. ഈ പോയിന്റ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ബാക്കി 2 പോയിന്റ്സിനെയും കണക്ട് ചെയ്യുന്ന, അതായത് ഈ പോയിന്റിൻ്റെ കൂടെ ബാക്കി 2 പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ലൈൻസ് നമ്മൾ ഒഴിവാക്കി. അഞ്ചാമത്തത് സെൻറ്ററിലുള്ള ആളാണ്. സെൻറ്ററിലുള്ള ആൾ നമ്മൾ പറയുമ്പം സെയിം ആയാലും ഓപ്പോസിറ്റ് ആയാലും നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഓൺലി സെൻറ്റർ ആയിരിക്കണം. രണ്ടും സെൻറ്ററിലുള്ള എലമെൻറ്റ് മാത്രമാണെങ്കിൽ, സെയിം ഡയറക്ഷൻ ആയാലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയാലും ഉള്ളതെല്ലാം സെൻറ്ററിലുള്ള ആ ഒരു സിമ്പൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സെൻറ്ററിലുള്ള സിമ്പൽ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ഡെഫിനറ്റ്ലി ട്രൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡെഫിനറ്റ്ലി ട്രൂ. ഇനി നമുക്ക് ഡെഫിനറ്റ്ലി ഫോൾസിലേക്ക് വരാം. ഡെഫിനറ്റ്ലി ഫോൾസ്. യെസ്, ഡെഫിനറ്റ്ലി ഫോൾസ് നമുക്കറിയാം. ഡെഫിനറ്റ്ലി ഫോൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നോർമലായി ഈ ഒരു കണ്ടീഷൻ്റെ പ്രത്യേകത എന്താണ്? സിമ്പിൾസ് ഉള്ളതെല്ലാം സെയിം ഡയറക്ഷനിലായിരിക്കണം. പലതും പല ഡയറക്ഷനിലാവാൻ പാടില്ല. അതൊരു കണ്ടീഷനാണ് അല്ലേ? അതായത് കുറേ ഗ്രേറ്ററും കുറേ ലെസ്സും ആവാൻ പാടില്ല. അതൊരു കണ്ടീഷനാണ്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തത്
നമുക്ക് കിട്ടേണ്ട സിമ്പൽ എന്താണ്? ഇപ്പം നമുക്ക് കിട്ടേണ്ടത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഈക്വൽ സൈൻ ആവാം, ഓർ എൽസ് ഈക്വൽ സൈൻ ആവാം. നമുക്ക് കിട്ടേണ്ടത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അപ്പോൾ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈക്വൽ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് നമുക്ക് പറയാം അല്ലേ? യെസ്. ഇപ്പം നമുക്ക് ഇൻ കേസ് നമുക്ക് കിട്ടേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, ഇൻ കേസ് നമുക്ക് കിട്ടേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്താണ് കിട്ടേണ്ടത്? അപ്പം ലെസ് ദാൻ ആണ്. നമുക്ക് അന്നേരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടുവോ അല്ലെങ്കിൽ ഈക്വൽ സൈനോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ഈക്വൽ ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഐദർ നമുക്ക് ഈക്വൽ ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് നമ്മളിവിടെ ലെസ് ദാൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, യെസ്. അപ്പം നമുക്ക് നമ്മുടെ കോഡഡ് ഇൻഈക്വാലിറ്റീസ് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ്? ടോപ്പ് ലെഫ്റ്റ് കോർണറാണ് അല്ലേ? ടോപ്പ് ലെഫ്റ്റ് കോർണറാണ്. നമ്മളിവിടെ നമ്മൾ പറയുമ്പോൾ യെസ്, അത് വരുമ്പോൾ ഞാൻ പറയാം. ടോപ്പ് ലെഫ്റ്റ് കോർണറാണ്. കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷനാണ്. കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? നമുക്ക് ആദ്യത്തത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുമ്പം നമുക്ക് എന്ത് കിട്ടാം? ഇപ്പം നമുക്ക് ആവശ്യം ഇവിടെ ഈ എക്സാമ്പിളിൽ ഹാഷാണ് ആവശ്യം അല്ലേ? നമുക്ക് ഈ എക്സാമ്പിളിൽ ഹാഷാണ് ആവശ്യം. ഇവിടുത്തെ കോമ്പിനേഷൻസ് എന്തൊക്കെയാവാം? സ്റ്റാർ ആവാം, അല്ലെങ്കിൽ ഡോളർ ആവാം, അല്ലെങ്കിൽ അറ്റ് ദ റേറ്റ് ആവാം. സ്റ്റാർ ആവാം, ഡോളർ ആവാം, അറ്റ് ദ റേറ്റ് ആവാം. ഇവിടെ നിങ്ങൾ ഓർക്കണം, ഇവിടെ പറ്റാത്തത് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ ഞാൻ അത് ഇതെന്താണ് വേർഡ്സിൽ എഴുതാം. അതായത് നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള എലമെൻ്റ് ആണെങ്കിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള എലമെൻറ്റ്സ് ആവാം. ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിൾസ് മാത്രമാവാം, അല്ലെങ്കിൽ എന്താണ് സെൻറ്ററിലുള്ള ആളാവാം, അതല്ലെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളാവാം. ഇതിൻ്റെ കോമ്പിനേഷൻസ് ആവാം. മിനിമം മാക്സിമം എന്നൊന്നുമില്ല, ഏത് വന്നാലും കുഴപ്പമില്ല. ഒന്നെങ്കിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള എലമെൻറ്റ്സ് സിമ്പിൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ സെൻറ്ററിലുള്ള സിമ്പിൾ മാത്രമായിരിക്കാം, അതും അല്ലെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറിലുള്ള സിമ്പിൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെയോ രണ്ടെണ്ണത്തിൻ്റെയോ ഒക്കെ കോമ്പിനേഷൻസ് ആയിരിക്കാം. എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ടോപ്പ് ലെഫ്റ്റ് കോർണറാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, ഡെഫിനിറ്റ്ലി ഫാൾസ് ആണെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ എങ്ങനെ ആയിരിക്കും? ലോവർ ഹാഫ് ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടെ മിനിമം 1 മാക്സിമം അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല. കോമ്പിനേഷൻസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കിട്ടാം. ഈ ഒരു അതായത് ബോട്ടം ലെഫ്റ്റ് കോർണർ, സെൻറ്റർ, ബോട്ടം റൈറ്റ് കോർണർ, ഈ 3 എന്താ പറയുക സിമ്പിൾസ് ആയിരിക്കും. ഈ 3 പൊസിഷൻസിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ലോവർ ഹാഫ് ട്രയാങ്കിൾ ഈ 3 പൊസിഷൻസിലുള്ള സിമ്പിൾസ് ആയിരിക്കണം. ഇവിടെ പറ്റാത്തത് എന്താണ്? ഇവിടെ പറ്റാത്തത് ടോപ്പ് ലെഫ്റ്റ് കോർണർ പാടില്ല, ടോപ്പ് റൈറ്റ് കോർണർ പാടില്ല, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സിമ്പിൾസ് ഉണ്ടാവാൻ പാടില്ല അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറേ സിമ്പിൾസ് ഹാഷാണ്, കുറേ സിമ്പിൾസ് സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. അത് പോസിബിൾ അല്ല. കുറേ സിമ്പിൾ ഹാഷാണ്, കുറേ സിമ്പിൾ ഡോളർ ആണെങ്കിൽ അതും പോസിബിൾ അല്ല. കുറേ പെർസെൻറ്റേജ് ആണ്, കുറേ സ്റ്റാർ ആണെങ്കിൽ അതും പോസിബിൾ അല്ല. സോ അങ്ങനെ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്നുള്ളത് മാറ്റാം തൽക്കാലം, ഇങ്ങനെ ആയിക്കോട്ടെ. വെർട്ടിക്കലി ഓപ്പോസിറ്റിലുള്ള സിമ്പിൾസ് പാടില്ല. ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിമ്പിൾ ഉണ്ടാവാൻ പാടില്ല. സിമ്പിൾസും ഉണ്ടാവാൻ പാടില്ല. അതായത് ഹാഷിൻ്റെയും സ്റ്റാറിൻ്റെയും കോമ്പിനേഷൻസ് പാടില്ല, പെർസെൻറ്റേജിൻ്റെയും ഡോളറിൻ്റെയും കോമ്പിനേഷൻ പാടില്ല,
പെർസെൻറ്റേജിൻ്റെയും സ്റ്റാറിൻ്റെയും കോമ്പിനേഷൻ പാടില്ല, ഹാഷിൻ്റെയും ഡോളറിൻ്റെയും കോമ്പിനേഷൻ പാടില്ല. അതേപോലെ എന്താണ്, ഹോറിസോണ്ടൽ ഡയറക്ഷനിലും ഹോറിസോണ്ടലി ഓപ്പോസിറ്റ് സിമ്പിൾസിൻ്റെ കോമ്പിനേഷൻസും പാടില്ല. ഹോറിസോണ്ടലി ഓപ്പോസിറ്റ് വേണ്ട, അത് വേണ്ട. അതിന് പകരം നമ്മൾ ടോപ്പ് ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് എന്ന് എഴുതി. നിങ്ങൾക്ക് അങ്ങനെ എഴുതുമ്പോൾ കൺഫ്യൂസ് ആവും. സോ മനസ്സിലായല്ലോ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് പാടില്ല, ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിമ്പിൾസ് പാടില്ല, ടോപ്പ് ലെഫ്റ്റ് കോർണറിൻ്റെയും ടോപ്പ് റൈറ്റ് കോർണറിൻ്റെയും കോമ്പിനേഷൻസ് പാടില്ല. ഇത് മാത്രമുള്ളെങ്കിലും റോങ് ആണ്, ഇത് മാത്രമുള്ളെങ്കിലും റോങ് ആണ്, ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻസ് ആയാലും റോങ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല. ടോപ്പ് ലെഫ്റ്റ് കോർണർ സിമ്പിൾസ് ഉണ്ടാവാൻ പാടില്ല, ടോപ്പ് റൈറ്റ് കോർണറിലുള്ള സിമ്പിൾസ് ഉണ്ടാവാൻ പാടില്ല. ഉള്ള സിമ്പിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയ സിമ്പിൾസ് ആവാൻ പാടില്ല, ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിമ്പിൾസ് ആവാൻ പാടില്ല. അപ്പോൾ ആകെ പോസിബിൾ ആയത് ഈ 3 അതായത് ഈ ലോവർ ഹാഫ് ട്രയാങ്കിളിലെ ഈ 3 പോയിന്റ്സിൽ വന്ന സിമ്പിൾസ് മാത്രമാണെങ്കിൽ, അതിൻ്റെ കോമ്പിനേഷൻസ് ആണെങ്കിൽ നമുക്ക് പറയാം ഡെഫിനിറ്റ്ലി ഫാൾസ് ആണ്. മനസ്സിലായല്ലോ? ഇനി ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ യെസ്, അപ്പർ ഹാഫ് ട്രയാങ്കിളിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കണം. അതായത് ടോപ്പ് ലെഫ്റ്റ് കോർണർ, ടോപ്പ് റൈറ്റ് കോർണർ, അതേപോലെ സെൻറ്ററിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറ്റാത്ത? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള എലമെൻറ്റ്സ് ആ സിമ്പിൾസ് ഉണ്ടാവാൻ പാടില്ല, ബോട്ടം റൈറ്റ് കോർണറിലുള്ള സിമ്പിൾസ് ഉണ്ടാവാൻ പാടില്ല, അതേപോലെ നമുക്ക് എന്ത് പറയാം, ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിമ്പിൾസ് ഉണ്ടാവാൻ പാടില്ല, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയ സിമ്പിൾസ് ഉണ്ടാവാൻ പാടില്ല, അതായത് ഇത് രണ്ടും ഈ 6 കോമ്പിനേഷൻസ് ആവരുത്. ഇത് രണ്ടും പാടില്ല, 2 കോമ്പിനേഷൻസ് ആയി. ഈ 2 കോമ്പിനേഷനും പാടില്ല, ഈ 2 കോമ്പിനേഷനും പാടില്ല, അങ്ങനെ 4 കോമ്പിനേഷൻസ് ആയി. ബോട്ടം ലെഫ്റ്റ് കോർണറിൻ്റെ എലമെൻറ്റ്സ് ആ സിമ്പിൾ ഉണ്ടാവാൻ പാടില്ല, ബോട്ടം റൈറ്റ് കോർണറിലുള്ള വേരിയബിൾ ഉണ്ടാവാൻ പാടില്ല. അതായത് അപ്പർ ഹാഫ് ട്രയാങ്കിളിലുള്ള സിമ്പിൾസ് മാത്രമേ പാടുള്ളൂ. അതിൻ്റെ കോമ്പിനേഷൻസ് എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പർ ഹാഫ് ട്രയാങ്കിളിലുള്ള സിമ്പിൾസ് മാത്രമേ പാടുള്ളൂ. അതിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. യെസ്, മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് ആവശ്യം ടോപ്പ് റൈറ്റ് കോർണറാണ്. ടോപ്പ് റൈറ്റ് കോർണർ ഡെഫിനിറ്റ്ലി ഫാൾസ് ആണ് തെളിയിക്കണം. ടോപ്പ് റൈറ്റ് കോർണർ ഡെഫിനിറ്റ്ലി ഫാൾസ് ആണെന്നാണ് നമുക്ക് വേണ്ടതെങ്കിൽ, കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ദി ഓൺലി പോസിബിൾ സിമ്പിൾ, നമ്മൾ പറയുമ്പം ദി ഓൺലി പോസിബിൾ സിമ്പിൾ എന്ന് പറയുന്നത് ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള ആളായിരിക്കും ആകെ ഉള്ള ഒരു പോസിബിലിറ്റി. നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആൾ, ഈ ആളെയാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആൾ ബോട്ടം ലെഫ്റ്റ് കോർണർ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോർണറിലുള്ള ആ ഒരൊറ്റ ആൾ മാത്രമാണ് പോസിബിൾ അല്ലേ? നമ്മൾ പറയുമ്പോൾ സിമ്പിൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? യെസ്, ഓപ്പോസിറ്റ് കോർണർ സിമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇയാളെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ഡെഫിനിറ്റ്ലി ഫാൾസ് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ
സ്റ്റാറിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കണം. സ്റ്റാർ മാത്രമേ പാടുള്ളൂ. ഇനി ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. കൺക്ലൂഷനും സ്റ്റേറ്റ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ യെസ് എന്താണ് നേരെ ഉള്ള ആൾ, അതായത് ഹാഷ് മാത്രം അല്ലേ, ഹാഷ് മാത്രം. അപ്പോൾ എന്താണ് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആൾ, ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആൾ. മനസ്സിലായോ? ഇയാളെയാണ് കിട്ടേണ്ടത്. ഇയാളെ ഡെഫിനറ്റ്ലി ഫാൾസ് ആണെന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫാൾസ് ആയിട്ട് കിട്ടണം. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നേരെ അല്ലേ, ഇങ്ങനെ ഓപ്പോസിറ്റിലുള്ള ആൾ. അതല്ല രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ യെസ് ഹൊറിസോണ്ടലി ഓപ്പോസിറ്റിലുള്ള ആൾ. അപ്പോൾ ടോപ്പ് ലെഫ്റ്റ് കോർണറാണ് ഇവിടെ വരുന്നത്. മുകളിൽ വരുന്നത് എന്താണ് ബോട്ടം ലെഫ്റ്റ് കോർണർ. മനസ്സിലായല്ലോ? അതേപോലെ ഇവിടെ ബോട്ടം റൈറ്റ് കോർണർ ആണെങ്കിൽ, ബോട്ടം റൈറ്റ് കോർണർ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ഓക്കെ, ആദ്യത്തെ സെയിം ഡയറക്ഷൻ കേസിൽ നമുക്ക് എന്ത് കിട്ടും? ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആൾ കിട്ടും. അപ്പോൾ എന്താണ് എല്ലാം ഹാഷാണ്. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണ് ഡോളറാണ് അല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഡോളറാണ് കിട്ടേണ്ടത്. അതിൻ്റെ ഹൊറിസോണ്ടലി ഓപ്പോസിറ്റായ സിമ്പൽ നമ്മൾ എഴുതും. ഇവിടെ എന്താണ് ബോട്ടം ലെഫ്റ്റ് കോർണർ, ബോട്ടം ലെഫ്റ്റ് കോർണർ. ഇനി നമുക്ക് അഞ്ചാമത്തെ കേസ് നോക്കാം. സെൻറ്ററിലുള്ള ആളെയാണ് കിട്ടേണ്ടത്. സെൻറ്ററിലുള്ള ആളാകുമ്പോൾ നമുക്കറിയാം സെയിം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നൊന്നും ഇല്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒന്നെങ്കിൽ എല്ലാം ഹാഷ് ആയിരിക്കാം അല്ലേ, എല്ലാം എന്തായിരിക്കാം ഹാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാം സ്റ്റാർ ആയിരിക്കാം. അതായത് എന്താണ് സെൻറ്ററാണ് കിട്ടേണ്ടതെങ്കിൽ രണ്ട് കേസ് ഉണ്ട്. ഒന്നെങ്കിൽ എല്ലാം ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള എന്താണ് സിമ്പൽ ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാം ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള സിമ്പിൾസ് ആയിരിക്കാം. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ ഈ ഒരു കേസിൽ അല്ലേ, ഈ ഒരു കേസിൽ നമുക്ക് പോസിബിൾ അല്ലാത്തത്, ഈ ഒരു കേസിൽ നമുക്ക് പോസിബിൾ അല്ലാത്തത് എന്താണ്? ഓപ്പോസിറ്റ് കോർണേഴ്സ് പാടില്ല, ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിമ്പിൾസ് പാടില്ല, വെർട്ടിക്കലി ഓപ്പോസിറ്റായ സിമ്പിൾസ് പാടില്ല. നമ്മുടെ സിമ്പിൾസിൻ്റെ കോമ്പിനേഷൻസിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റായ സിമ്പിൾസ് പാടില്ല. അതേപോലെ ടോപ്പ് റൈറ്റ് കോർണറാണ് ഇവിടെ എന്താണ് യെസ് ഓക്കെ, ടോപ്പ് റൈറ്റ് കോർണർ പാടില്ല, ടോപ്പ് റൈറ്റ് കോർണർ പാടില്ല, ബോട്ടം ലെഫ്റ്റ് കോർണർ പാടില്ല, ബോട്ടം ലെഫ്റ്റ് കോർണർ. ഇതൊന്നും എന്താണ്, ഇതൊക്കെ പാടില്ലാത്തതാണ് ഈ കേസിൽ. മനസ്സിലായല്ലോ? യെസ്, ബോട്ടം റൈറ്റ് കോർണർ. അതേപോലെ നമ്മൾ സെൻറ്റർ നോക്കി. സെൻറ്ററിൽ എന്താണ് പാടില്ലാത്തത്? സെൻറ്റർ വന്നാലും ഇതിലിപ്പോൾ ഞാനിവിടെ 5 കേസിലാണ്, നമ്മളിവിടെ മൊത്തം 10 കേസ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഒറ്റ കേസാക്കി. സെൻറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും സെയിം ഡയറക്ഷൻ ആണെങ്കിലും ആൻസർ അതിൻ്റെ ആ ഒരു രീതി സെയിം ആണല്ലോ, അതുകൊണ്ട് നമ്മൾ സെയിം ആക്കി. അപ്പോൾ ഈ 10 കേസിലും ഡെഫിനറ്റ്ലി ഫാൾസ് ആണെങ്കിൽ എന്തുണ്ടാവാൻ പാടില്ല? ഓപ്പോസിറ്റ് കോർണേഴ്സിൽ എലമെൻറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. വെർട്ടിക്കലി ഓപ്പോസിറ്റ് കോർണേഴ്സിലും, അതായത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആ കോർണേഴ്സിലുള്ള എലമെൻറ്റ്സും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെഫിനിറ്റ്ലി ഫാൾസ്. അപ്പോൾ ഡെഫിനിറ്റ്ലി ട്രൂ, ഡെഫിനിറ്റ്ലി ഫാൾസ് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മളിവിടെ ബോട്ടം ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് എന്നൊക്കെ പറയണത് ഈ ഒരു സിമ്പിൾ അറേഞ്ച്മെൻ്റ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സിമ്പിൾസ്, നിങ്ങളുടെ ആ കോഡ് തന്നിട്ടുള്ള കോഡ് നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് നോക്കാം ഇൻഡെഫിനിറ്റ്ലി ട്രൂ അല്ലേ, ഇൻഡെഫിനിറ്റ്ലി അല്ലെങ്കിൽ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ. നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ. നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂയുടെ കാര്യം പറയുമ്പം കേസ് ഏത് തന്നെ ആയാലും, നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ കേസ് ഏതാ, ഇപ്പം നമ്മൾ ഡെഫിനിറ്റ്ലി ഫാൾസിന് നമ്മൾ പറഞ്ഞു കേസ് ഏതായാലും കുഴപ്പമില്ല, ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിമ്പിൾസ് ഉണ്ടാവാൻ പാടില്ല, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയ സിമ്പിൾസും ഉണ്ടാവാൻ പാടില്ല, ആ കോമ്പിനേഷൻസ് പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ ആവണ സിറ്റുവേഷനിൽ കേസ് ഏതായാലും ഈ രണ്ട് പോസിബിൾ ആണ്. അതായത് ഓപ്പോസിറ്റ് കോർണേഴ്സ് ഉണ്ടാവാം,
ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിംബൽസ് ഉണ്ടാവാം, വെർട്ടിക്കലി ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിംബൽസും ഉണ്ടാവാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള, അതായത് ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിംബൽസിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാവാം, വെർട്ടിക്കലി ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിംബൽസ് അല്ലേ, വെർട്ടിക്കലി ഓപ്പോസിറ്റ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിംബൽസും ഉണ്ടാവും. ഈ കോമ്പിനേഷൻ ഉണ്ടായാൽ നമുക്ക് എന്ത് പറയാം? ഇൻഡെഫിനിറ്റ്ലി ട്രൂ എന്ന് പറയാം. ഈ കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ അത് എന്താണ്? ഇൻഡെഫിനിറ്റ്ലി ഫോൾസും ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 6 കേസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ 6 കേസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണെങ്കിൽ, നമുക്ക് കിട്ടേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആളാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇതിലുള്ള ഏത് കേസ് തന്നാലും ഓപ്പോസിറ്റ് കോർണേഴ്സും ഉണ്ടാവും, അതേപോലെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് കോർണേഴ്സും ഉണ്ടാവും. ഞാനത് പിന്നെയും പറയണില്ല, അത് നിർബന്ധമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇൻഡെഫിനിറ്റ്ലി ട്രൂ എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്നത് ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണെങ്കിൽ നിങ്ങളുടെ ആൻസറിൽ ടോപ്പ് റൈറ്റ് കോർണർ എലമെൻറ്റ്സ് ഉണ്ട്, ടോപ്പ് റൈറ്റ് കോർണറിലുള്ള സിംബൽസ് ആണുള്ളതെങ്കിൽ നിങ്ങൾക്കതിനെ ചൂസ് ചെയ്യാം. അതിൻ്റെ കോമ്പിനേഷൻസ്, അതായത് പെർസെൻറ്റേജ്, 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 പെർസെൻറ്റേജ്. ഇനി അതല്ല, ടോപ്പ് റൈറ്റ് കോർണറും പിന്നെ സെൻറ്ററും, ടോപ്പ് റൈറ്റ് കോർണറും സെൻറ്ററും ആണെങ്കിലും നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അറ്റ് ദ റേറ്റ് അല്ലേ? യെസ്. മിനിമം ഒരു ടോപ്പ് റൈറ്റ് കോർണർ ഉണ്ടാവണം. ഈ ഒരു കേസിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം ടോപ്പ് റൈറ്റ് കോർണേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കാം, എല്ലാം നമുക്ക് ടോപ്പ് റൈറ്റ് കോർണറിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിൻ്റെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻ ആയിരിക്കാം. ഇവിടെ മിനിമം എന്തായിരിക്കണം? മിനിമം ഒരു ടോപ്പ് റൈറ്റ് കോർണർ ഉണ്ടാവണം. മനസ്സിലായല്ലോ? സെയിം ഡയറക്ഷൻ ആകുമ്പോൾ CS സെയിം ഡയറക്ഷൻ, CS സെയിം ഡയറക്ഷൻ. യെസ്. ഓക്കെ. വേറെ ഞാൻ പറഞ്ഞു സെയിം ഡയറക്ഷൻ ആയാലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയാലും ഈ സിംബൽസിൽ ഏത് സിംബലാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സിംബൽസ് ഉണ്ടാവാം, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയ സിംബൽസും ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ ഇത് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അല്ലേ? ഇനി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ബോട്ടം റൈറ്റ് കോർണർ ആവാം, ബോട്ടം റൈറ്റ് കോർണർ ആവാം, അതേപോലെ അതിൻ്റെ കോമ്പിനേഷൻസ് ആവാം. അപ്പോൾ എന്താണ്? ഫുള്ള് നമുക്ക് ഡോളർ ആയിരിക്കാം അല്ലേ? ഡോളർ നമുക്ക് കിട്ടേണ്ടത് ഹാഷാണ് അല്ലേ? ഹാഷാണ്. അപ്പോൾ ഹാഷ് ആകുമ്പോൾ ഒന്നെങ്കിൽ എല്ലാം ഡോളർ ആയിരിക്കാം, അല്ലെങ്കിൽ ബോട്ടം റൈറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും കോമ്പിനേഷൻസ് ആയിരിക്കാം. അപ്പോൾ ഹാഷാണ്. അപ്പോൾ എന്ത് കിട്ടും? ഡോളർ, പിന്നെ അറ്റ് ദ റേറ്റ് ആവാം അല്ലേ? ഡോളർ അറ്റ് ദ റേറ്റ് ആവാം. ഇവിടെ ഒരു പോസിബിലിറ്റിയും കൂടെ ഇല്ല, ഇവിടെ ഒരു പോസിബിലിറ്റി ഇല്ല. യെസ്, ഈ 2 പോസിബിലിറ്റിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ബോട്ടം റൈറ്റ് കോർണേഴ്സ് ആവാം, ഒന്നെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറിലുള്ള എലമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറും സെൻറ്ററിലുള്ള എലമെൻ്റ് ആവാം. മിനിമം ഒരു ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളുണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ. ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളത് ബോട്ടം ലെഫ്റ്റ് കോർണറാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് കിട്ടാനുള്ളത് ബോട്ടം ലെഫ്റ്റ് കോർണർ ആണെങ്കിൽ ഇവിടെ എന്തായി? ബോട്ടം റൈറ്റ് കോർണർ. ഒന്നെങ്കിൽ ബോട്ടം റൈറ്റ് കോർണർ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറിൻ്റെയും സെൻറ്ററിൻ്റെയും കോമ്പിനേഷൻസ് ആയിരിക്കാം. അപ്പോൾ അതെങ്ങനെ വരും? അത് വരും, നമുക്ക് കിട്ടേണ്ടത് സ്റ്റാറാണ്. അപ്പോൾ ഡോളറിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡോളറിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് ആയിരിക്കാം അല്ലേ? ഇപ്പം നമ്മൾ ഈ ഒരു കോമ്പിനേഷൻസ് ഞാൻ എങ്ങനെയാണ് പറയണതെന്ന് ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അതായത് നമ്മൾ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ അതായത് കോഡഡ് അല്ലാത്ത നോർമൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഇൻഡെഫിനിറ്റിൻ്റെ
കണ്ടീഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഡെഫിനിറ്റിൻ്റെ കണ്ടീഷൻസ് എന്താണ്, അല്ലെങ്കിൽ സിംപ്ലി ട്രൂ ഫാൾസ് ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ ഒരു ബേസിസിലാണ് നമ്മളിവിടെ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സിമ്പിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്നതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡെഫിനിറ്റ്ലി ഇൻഡെഫിനിറ്റ്ലി എന്നുള്ള കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്ത ആ വീഡിയോ പോയി കണ്ടാൽ അതിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഓരോ കോഡും അല്ലെങ്കിൽ ഇവിടെ ബോട്ടം റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നത് ഓരോരോ ഇന്നീക്വാലിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഇന്നീക്വാലിറ്റിയുടെ സ്ഥാനത്ത് ഈ സിമ്പിളിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഇന്നീക്വാലിറ്റീസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇന്നീക്വൽ സിമ്പിൾസ് നിങ്ങൾ കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ കോമ്പിനേഷൻസ് വന്നതെന്ന്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ബോട്ടം റൈറ്റ് കോർണറിൻ്റെയും സെൻറ്ററിൻ്റെയും കോമ്പിനേഷനാണ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ബോട്ടത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താക്കും? ടോപ്പ് ആക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? സ്റ്റാർ ആണ് നമുക്ക് കിട്ടാനുള്ളത്. സോ സ്റ്റാർ ആവുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം പെർസെൻറ്റേജ് ആണ്. അല്ലെങ്കിൽ സ്റ്റാർ ആണ് കിട്ടേണ്ടതെങ്കിൽ പെർസെൻറ്റേജിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് ആണ്. പെർസെൻറ്റേജിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് ആണ്. സോ എന്ത് നമുക്ക് പറയാം? മിനിമം ഒരു ടോപ്പ് റൈറ്റ് കോർണർ എങ്കിലും ഉണ്ടാവണം. മനസ്സിലായല്ലോ? യെസ്. ഇനി ടോപ്പ് റൈറ്റ് കോർണറാണ് കിട്ടേണ്ടതെങ്കിൽ യെസ്, ടോപ്പ് റൈറ്റ് കോർണറാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം ടോപ്പ് ലെഫ്റ്റ് കോർണർ ആവാം. എല്ലാം എന്താവാം? ടോപ്പ് ലെഫ്റ്റ് കോർണർ ആവാം. അല്ലെങ്കിൽ എല്ലാം സെൻറ്ററിലുള്ള എലമെൻറ്റ്സ് മാത്രമായിരിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടോപ്പ് ലെഫ്റ്റ് കോർണറിൻ്റെയും സെൻറ്ററിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കാം. ഇപ്പം നമുക്കിവിടെ കിട്ടേണ്ടത് പെർസെൻറ്റേജ് ആണെങ്കിൽ എല്ലാം ഹാഷ് ആവാം. എല്ലാം എന്താവാം? എല്ലാം ഹാഷ് ആവാം. അതല്ല പെർസെൻറ്റേജ് ആണ് കിട്ടേണ്ടതെങ്കിൽ എല്ലാം നമുക്ക് സെൻറ്ററിലുള്ളതാവാം. അതും അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഹാഷിൻ്റെയും സെൻറ്ററിലുള്ള എലമെൻസിൻ്റെയും കോമ്പിനേഷൻസ് ആവാം. ഹാഷിൻ്റെയും സെൻറ്ററിലുള്ള എലമെൻസിൻ്റെയും കോമ്പിനേഷൻസ് ആവാം. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. സോ അതാണ് നമ്മുടെ ടോപ്പ് റൈറ്റ് കോർണർ. അത് നമുക്കിത് എന്താണ്? ഇത് സെയിം ഡയറക്ഷനാണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ടോപ്പ് വന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്താക്കി കൊടുക്കുന്നു? ബോട്ടം ആക്കി കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ പെർസെൻറ്റേജ് ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ എല്ലാം ഒന്നെങ്കിൽ സ്റ്റാർ ആവാം. ഇവിടെ പിന്നെ സെൻറ്റർ ആണല്ലോ, കുഴപ്പമില്ല. ഇവിടെയും സ്റ്റാർ ആണ്. മനസ്സിലായല്ലോ? ഓപ്പോസിറ്റ് ആണെങ്കിൽ. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് ബോട്ടം റൈറ്റ് കോർണറാണ്. ബോട്ടം റൈറ്റ് കോർണർ സെയിം ഡയറക്ഷൻ. ആദ്യം നമുക്ക് സെയിം ഡയറക്ഷൻ നോക്കാം. ഒന്നെങ്കിൽ എല്ലാം ബോട്ടം ലെഫ്റ്റ് കോർണർ ആവാം. എല്ലാം എന്താവാം? ബോട്ടം ലെഫ്റ്റ് കോർണർ ആവാം. അല്ലെങ്കിൽ സെൻറ്ററിലുള്ള ആളാവാം. അതും അല്ലെങ്കിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിൻ്റെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻസ് ആവാം. അപ്പോൾ നമുക്ക് ഡോളറാണ് കിട്ടേണ്ടതെങ്കിൽ എല്ലാം സ്റ്റാർ ആവാം. സെയിം ഡയറക്ഷൻ ആവുമ്പോഴാണ് ഡോളറാണ് കിട്ടേണ്ടതെങ്കിൽ എല്ലാം സെൻറ്ററിലുള്ള ആളാവാം. ഡോളറാണ് കിട്ടേണ്ടതെങ്കിൽ എല്ലാം ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള ആളുടെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻസ് ആവാം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ബോട്ടം റൈറ്റ് കോർണർ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എവിടെയൊക്കെയാണോ ബോട്ടം അവിടെ എന്താക്കുക? ടോപ്പ് ആക്കുക. അപ്പോൾ നമുക്ക് ഡോളറാണ് കിട്ടേണ്ടതെങ്കിൽ എല്ലാം എന്താവാം? ഹാഷ് ആവാം അല്ലേ? സെയിം ഡയറക്ഷൻ ആണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും നമുക്കറിയാം സെൻറ്ററിലുള്ള ആളിൽ ഒരു മാറ്റവും ഇല്ല. സോ അതങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ നമ്മളെല്ലാം ഹാഷ് ആക്കും. മനസ്സിലായല്ലോ? യെസ്. ഇനി അപ്പോൾ നമ്മൾ
എന്തൊക്കെ കണ്ടു? ബോട്ടം റൈറ്റ്, ബോട്ടം ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ് കണ്ടു. ഇനി നമുക്ക് നോക്കാം ഈക്വൽ, അതായത് നമ്മുടെ സെൻറ്ററിലുള്ള ആളെയാണ് കിട്ടേണ്ടത്. സെയിം ഡയറക്ഷൻ ആയാലും കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് സെയിം ആവാം, കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ആവും. ഇവിടെ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂയിൽ ഞാൻ പറഞ്ഞു 2 കാര്യം മസ്റ്റാണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റായ സിമ്പിൾസ് ആണെങ്കിൽ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. അതേപോലെ ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള സിമ്പിൾസ് ആണെങ്കിലും നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതിൽ ഏത് സിമ്പിൾ ചോദിച്ചാലും അത് നമുക്ക് യൂസ് ചെയ്യാം. യെസ്. ഇനി സെൻറ്ററിലുള്ള ആളെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആൾ, ഒന്നെങ്കിൽ എല്ലാം ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളാവാം, അല്ലെങ്കിൽ എല്ലാം ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള ആളാവാം. മനസ്സിലായോ? ഒന്നെങ്കിൽ എല്ലാം ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളാവാം, അല്ലെങ്കിൽ എല്ലാം ബോട്ടം ലെഫ്റ്റ് കോർണറിൽ. അപ്പോൾ അറ്റ് ദ റേറ്റ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം എന്തായിരിക്കാം? ഡോളർ ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാം ഈ ഒരു എക്സാമ്പിളിന് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം എല്ലാം പെർസെൻറ്റേജ് ആയിരിക്കാം. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ. ഇനി നെക്സ്റ്റ് വണ് നോട്ട് ഡെഫിനിറ്റ്ലി ഫോൾസ്. യെസ്. അപ്പം നോട്ട് ഡെഫിനിറ്റ്ലി ഫോൾസിലും ഞാൻ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂയിൽ പറഞ്ഞ പോലെ 2 മസ്റ്റാണ്. ഒന്ന് ഓപ്പോസിറ്റ് കോർണേഴ്സിൽ വന്നാൽ അതിന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓപ്പോസിറ്റ് കോർണേഴ്സിൽ വന്നാൽ അല്ലേ, ഓപ്പോസിറ്റ് കോർണേഴ്സിൽ വന്നാൽ അതിനെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ വെർട്ടിക്കലി ഓപ്പോസിറ്റായ കോർണേഴ്സിലുള്ള എലമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ, എല്ലാം സിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെയും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാം. യെസ്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ട് ഡെഫിനിറ്റ്ലി ഫോൾസിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതൊക്കെ തന്നെയാണ്. ഐ മീൻ നമ്മുടെ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂയിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ് വരുന്നത്. നമുക്ക് എന്നാലും ഒന്ന് നോക്കാം. നോക്കിക്കോളൂ. നിങ്ങൾക്ക് ടോപ്പ് റൈറ്റ് കോർണറാണ് വേണ്ടത്, ടോപ്പ് ലെഫ്റ്റ് അല്ലേ? നമുക്ക് ആദ്യം ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് വരാം. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടാം? ഒന്നെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണർ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിൻ്റെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എല്ലാം നമുക്ക് എന്താണ് വേണ്ടത്? ഹാഷാണ് വേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആവാം, അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് ആവാം. സെയിം ഡയറക്ഷൻ. ഇത് ഏതിലാണ്? സെയിം ഡയറക്ഷനിലാണ്. സെയിം. ഇനി സി എസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ ടോപ്പ് വന്ന സ്ഥലത്ത് എന്ത് വരും? ബോട്ടം വരും. ഒന്നെങ്കിൽ എല്ലാം ബോട്ടം റൈറ്റ് കോർണറിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറിൻ്റെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻ ആയിരിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഹാഷാണ് കിട്ടേണ്ടതെങ്കിൽ എല്ലാം ഡോളറാണ്. അതേപോലെ ഹാഷാണ് കിട്ടേണ്ടതെങ്കിൽ ഡോളറാണ്, അറ്റ് ദ റേറ്റ് ആണ്. മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് ബോട്ടം ലെഫ്റ്റ് കോർണർ നോക്കാം. ബോട്ടം ലെഫ്റ്റ് കോർണർ CS കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം ബോട്ടം റൈറ്റ് കോർണറിലുള്ള സിമ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ബോട്ടം റൈറ്റ് കോർണറിൻ്റെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പോൾ ബോട്ടം റൈറ്റ് കോർണർ എന്ന് പറയുമ്പോൾ സ്റ്റാറാണ് കിട്ടേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം ഡോളർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറാണ് കിട്ടേണ്ടതെങ്കിൽ എല്ലാം ഡോളർ ആയിരിക്കാം. ഡോളറിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കാം സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. ഓപ്പോസിറ്റ് ആണെങ്കിലോ ബോട്ടത്തിൻ്റെ അവിടെ നമുക്ക് എന്ത് കിട്ടും?
ടോപ്പ് വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ടോപ്പ് റൈറ്റ് കോർണറിൻ്റെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റാർ ആണോ? യെസ്, സ്റ്റാർ ആണെങ്കിൽ എല്ലാം ഒന്നെങ്കിൽ പെർസെൻറ്റേജ് ആയിരിക്കാം, അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻസ് ആയിരിക്കാം. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് ടോപ്പ് റൈറ്റിലുള്ള ആളെയാണ് കിട്ടേണ്ടത്. ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളെയാണ് കിട്ടേണ്ടതെങ്കിൽ നോക്കിക്കോളൂ. നമുക്കൊന്നെങ്കിൽ എല്ലാം ടോപ്പ് ലെഫ്റ്റ് കോർണർ ആവാം, അല്ലെങ്കിൽ എല്ലാം സെൻറ്റർ ആവാം, അല്ലെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൻ്റെയും സെൻറ്ററിൻ്റെയും കോമ്പിനേഷൻസ് ആവാം. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുമ്പോൾ പെർസെൻറ്റേജ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം എന്താവാം? ഹാഷ് ആവാം അല്ലേ. യെസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എല്ലാം നമുക്ക് സെൻറ്ററിലുള്ള ആളാവാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പെർസെൻറ്റേജ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഹാഷിൻ്റെയും സെൻറ്ററിലുള്ള ആളുടെയും കോമ്പിനേഷൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? യെസ്. ഇത് സെയിം ഡയറക്ഷനിലാവുമ്പോഴാണ്. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ ടോപ്പ് വന്ന സ്ഥലത്തൊക്കെ നമ്മൾ ബോട്ടം ആക്കി കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഹാഷ് അല്ല, ടോപ്പ് റൈറ്റ് ആണ്, പെർസെൻറ്റേജ് ആണ് കിട്ടേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ എല്ലാം നമുക്ക് ഒന്നെങ്കിൽ സ്റ്റാർ ആവാം. ഇത് സെയിം ആണ്. പെർസെൻറ്റേജ് ആണ് കിട്ടേണ്ടതെങ്കിൽ സ്റ്റാറിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും എന്താവാം? കോമ്പിനേഷൻസ് ആവാം. മനസ്സിലായല്ലോ? യെസ്. ഇനി ഇവിടെ എന്താണ്? ഇവിടെ നെക്സ്റ്റ് വൺ ബോട്ടം റൈറ്റ് കോർണർ അല്ലേ. ബോട്ടം റൈറ്റ് കോർണർ എന്ന് നമ്മൾ പറയുമ്പോൾ സെയിം ഡയറക്ഷൻ, C2S കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടിലും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഒന്നെങ്കിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിൻ്റെ എന്താവാം? ആ സിമ്പൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ സെൻറ്ററിലുള്ള ആളാവാം, അല്ലെങ്കിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിൻ്റെയും സെൻറ്ററിൻ്റെയും കോമ്പിനേഷൻസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ എന്താണ് കിട്ടേണ്ടത്? ഡോളറാണ് കിട്ടേണ്ടത്. ഒന്നെങ്കിൽ എല്ലാം സ്റ്റാർ ആവാം, അല്ലെങ്കിൽ എല്ലാം അറ്റ് ദ റേറ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അറ്റ് ദ റേറ്റിൻ്റെയും സ്റ്റാറിൻ്റെയും കോമ്പിനേഷൻ ആവാം. ഡയറക്ഷൻ സെയിം ആകുമ്പോൾ. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ ടോപ്പ് വന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കും? ബോട്ടം ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും എന്ത് വരും? ബോട്ടം വരും. അപ്പോൾ ഇവിടെ എന്താണ്? ഡോളർ ആണെങ്കിൽ ഹാഷ് ആയിരിക്കും. ഹാഷാണ് നമുക്ക് കിട്ടേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. ഇനി സെൻറ്ററിലുള്ള ആളെയാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ സെയിം ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനും നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലേ. സെയിം ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനും നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. സെയിം ആണെങ്കിലും ഓപ്പോസിറ്റ് ആണെങ്കിലും സെൻറ്ററിലുള്ള ആളെയാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ യെസ്, ഒന്നെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണർ, എല്ലാം ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാവാം, അല്ലെങ്കിൽ എല്ലാം ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളാവാം. എല്ലാം ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളാവാം. മനസ്സിലായല്ലോ? അതായത് അറ്റ് ദ റേറ്റ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം എന്താവാം? പെർസെൻറ്റേജ് ആവാം, അല്ലെങ്കിൽ എല്ലാം ഡോളർ ആവാം. സോ ഇതാണ് നമ്മുടെ ഇതിപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയാലും സെയിം ഡയറക്ഷൻ ആയാലും ഞാൻ പിന്നെ പറഞ്ഞു നോട്ട് ഡെഫിനറ്റ്ലി ഫാൾസ് ആണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയ സിമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ഡെഫിനറ്റ്ലി ഫാൾസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ ഇങ്ങനെ ഓപ്പോസിറ്റിലായ സിമ്പിൾസ് ഓപ്പോസിറ്റ് കോർണേഴ്സിൽ സിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെയും നമുക്ക് നോട്ട് ഡെഫിനറ്റ്ലി ഫാൾസിൽ ഇൻക്ലൂഡ് ചെയ്യാം. മനസ്സിലായല്ലോ? യെസ്.
ഇനി നമുക്ക് ലാസ്റ്റ് വണ്ണ് ട്രൂവും ഫോൾസും നമുക്കത് നോക്കാം.